നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണ്. വേദത്തിൻ്റെ താല്പര്യം വളരെ സൂക്ഷ്മമാണ്, ക്ലിഷ്ടമാണ്. ആ വൈദിക ശാസ്ത്രത്തിൻ്റെ താല്പര്യത്തെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി വൈദിക മൂല്യങ്ങളെ, വൈദിക ധർമ്മോപദേശത്തെയെല്ലാം ഇതിഹാസങ്ങളിലൂടെയും പുരാണങ്ങളിലൂടെയും വ്യാഖ്യാനിച്ചു കൊടുത്തുകൊള്ളണം എന്നുള്ളതാണ് നമുക്ക് ശാസ്ത്രങ്ങൾ നൽകുന്ന, നിഷ്കർഷിച്ചിരിക്കുന്ന വിധി. ഈ ഒരു അല്പം മുഴക്കം കൂടുതലുണ്ടെന്ന് കുറച്ചാൽ കൊള്ളാം, അപ്പോൾ അല്ലെങ്കിൽ ഹൗളിയും മൈക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഈ സനാതനധർമ്മത്തിൻ്റെ ആശയങ്ങളെ ശരിയാം വണ്ണം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് എന്താണ് ലാഭം എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ലോകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അധർമ്മികളാണ് ലോകം മുഴുവൻ സമ്പത്തും അധികാരവും കൈയാളുന്നത്. ധർമ്മിഷ്ഠർ എപ്പോഴും കുചേലനെ പോലെ, പൂന്താനത്തെ പോലെയൊക്കെ അങ്ങേയറ്റം വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ട് ധർമാചരണത്തിന് ആളുകളില്ലാതെ പോകുന്നു എന്നതിൻ്റെ ഉത്തരവും അത് തന്നെയാണ്. ധർമ്മം ആചരിച്ചും കടുകട വ്യത്യാസമില്ലാതെ ന്യായം നോക്കിയൊക്കെ ജീവിക്കുന്നവർക്ക് ദുഃഖം നിരന്തരമായി അനുഭവിക്കേണ്ടി വരികയും, കടുത്ത അധർമ്മം ചെയ്യുകയും തെമ്മാടിത്തരം ചെയ്യുകയും കഞ്ചാവ് കടത്തുകയും ചെയ്യുന്നവനൊക്കെ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ, അതുകൊണ്ടാണ് ഈ തിരക്ക് കുറയാൻ കാരണം. ഇവിടെ ഒരു ഗാനമേള ആയിരുന്നെങ്കിൽ ഇവിടെ നിൽക്കാൻ സ്ഥലം കിട്ടുമോ? നല്ലൊരു ഗാനമേള അല്ലെങ്കിൽ മിമിക്രി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി ആയിരുന്നെങ്കിൽ ഇവിടെ ആളുകൾ തല്ലായന, അത്ര തിരക്കായന. എന്തുകൊണ്ടാണ് ആ തിരക്ക് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ പ്രമേയം തന്നെ ജീവിതത്തിനോടുള്ള വിരക്തിയാണ്. എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ തൻ്റെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന 7 ദിവസങ്ങൾ, ആ 7 ദിവസങ്ങളിൽ അവന് തത്വബോധം ഉണ്ടാവുകയും മരണഭയം നീങ്ങുകയും ചെയ്യുന്നതിൻ്റെ കഥാരൂപേണയുള്ള ആവിഷ്കാരമാണ് ഈ ഭാഗവതത്തിൻ്റെ താത്പര്യം. അതുകൊണ്ട് തന്നെ പല ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ആനന്ദമുണ്ടാവുന്നില്ല. പിന്നെ എന്താണ് ചിലർക്കൊക്കെ ഏക ആനന്ദം എന്ന് ചോദിച്ചാൽ, ചിലർക്ക്, എല്ലാവർക്കും അല്ല. വീട്ടിലൊന്നും ആഹാരം വെക്കണ്ട, ഈ 7 ദിവസവും സപ്താഹത്തിൻ്റെ സ്ഥലത്ത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയും ഒക്കെ ആഹാരം ഉണ്ടാവും. വീട്ടിൽ ഒരുപാട് എല്ലാ ദിവസവും സ്ത്രീകൾ അടുക്കളയിൽ കിടന്ന് ഈ ചൂടത്ത് കഷ്ടപ്പെടുമ്പോൾ അവർക്ക് വർഷത്തിലൊരു 7 ദിവസം ഒരു ബ്രേക്ക് കിട്ടുകയാണ്. അതിൻ്റെ സുഖം അവർക്ക് നല്ലവണ്ണം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പലരും ഭാഗവതം കേൾക്കാനൊക്കെ തിരക്ക് കൂട്ടുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ ഈ ഭാഗവത ആചാര്യന്മാരാവട്ടെ APJ അബ്ദുൽ കലാമിനേക്കാൾ കൂടുതൽ ഡോക്ടറേറ്റ് ഉള്ള ആളുകളുമാണ്. എന്ത് വിഷയത്തിലാണ് ഇവർ ഡോക്ടറേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞുകൂടാ. അപ്പോൾ ഞാനീ പറഞ്ഞത്, ഇന്ന് ലോകത്ത് അധർമ്മം ചെയ്യുന്നവർക്ക് എല്ലാ സുഖവും സൗകര്യം കാണും. ഇന്ന് മാത്രമൊന്നുമല്ല. ഇപ്പോൾ ദുര്യോധനെ എടുത്താൽ, ദുര്യോധനെ പോലൊരു തെമ്മാടിയെ ഞാൻ ഒരു സാഹിത്യത്തിലും എവിടെയും വായിച്ചിട്ടില്ല. ഇപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യത്തിലിപ്പോൾ ഷൈലോക്കിനെ പറയുന്നു, മറ്റേ പലിശക്കാരനെ പറയുന്നു, ഷേക്സ്പിയറുടെ കഥാപാത്രം. ഷൈലോക്കിന് പോലും ഇതിലും മര്യാദ ഉണ്ടായിരുന്നു. ദുര്യോധനെ പോലൊരു തനി തെമ്മാടി ആയിരുന്നില്ല. അപ്പോൾ പണം കൊടുത്തിട്ട് തിരിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് ഷൈലോക്ക്. ഇവിടെ ഒന്നും കൊടുക്കില്ലെന്ന് പറയുകയാണ്. അപ്പോൾ സഹോദരങ്ങളോട് സിബ്ലിംഗ് റൈവൽറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്ത്, അതായത് ബന്ധുജനങ്ങളോട് എത്രത്തോളം ശത്രുതയാവാം. ഹിന്ദുക്കളുടെ പരിച്ഛേദമാണ് കൗരവരുടെയും പാണ്ഡവരുടെയും കഥ. ഇതിപ്പോൾ ആർക്കാണ്? കൃഷ്ണന് കാറ്റുകൊള്ളാനാണോ? ശ്രീകൃഷ്ണൻ തണുത്ത് വിറയ്ക്കുകയാണ്, ഞാൻ അവിടെ ചൂട്ടുകൊള്ളുകയാണ്. ഏതായാലും ശരി, നമ്മുടെ പ്രസിഡന്റ് എനിക്ക് പണി തന്നു. പൊന്നാടെ അണിയിച്ചപ്പോളെ വിചാരിച്ചാണ് ഒരു പണി തരുന്നത്, ഇത്ര പെട്ടെന്ന് തരുന്നത് വിചാരിച്ചില്ല. ശരി, അപ്പോൾ ഈ കൗരവ പാണ്ഡവ കഥ, അല്ലെങ്കിൽ അത് ചരിത്രമാണ് കേട്ടോ, കഥയല്ല. ഭാരതത്തിൻ്റെ ചരിത്രമാണ് മഹാഭാരതം. ആ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം, അത് കറക്റ്റാണ്, പെർഫെക്റ്റ്, അത് തന്നെ. കൃഷ്ണ, ഞാനും കുറച്ച് കാറ്റ് കൊണ്ടോട്ടെ. ഇന്ന് മൊത്തം ചുട്ടു പൊള്ളുകയാണ്, പുഴുങ്ങി എടുത്തിരിക്കുകയാണ് എന്നെ പഴം പോലെ. അപ്പോൾ കറക്റ്റ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ മഹാഭാരതത്തിലെ ചരിത്രം പറയുന്നത് ഹിന്ദുക്കൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്നതാണ് എൻ്റെ സൂചന, ദിശാസൂചകമാണ്. കാരണം ഈ മഹാഭാരതത്തിൻ്റെ ചരിത്ര സന്ദർഭം എന്ന് പറയുന്നത് കലിയുടെ പ്രാരംഭത്തിന് തൊട്ട് മുമ്പാണ്. അതായത് മഹാഭാരതം ഇൻഫാക്ട് വാസ് എ പ്രിപ്പറേഷൻ ടു
ട്രെയിൻ ഹിന്ദുസ്, അതായത് ഒരു ഹിന്ദുക്കളെ പരിശീലിപ്പിക്കാനുള്ളൊരു തുടക്കം, തയ്യാറെടുപ്പായിരുന്നു. എന്തിന്? കലിയിൽ എങ്ങനെ ജീവിക്കാം, കലികാലത്ത് എങ്ങനെ ജീവിക്കാം എന്നുള്ളതിൻ്റെ ഒരു ട്യൂഷനായിരുന്നു ഭഗവാൻ കൃഷ്ണനും കൂട്ടരുമൊക്കെ കൂടി നടമാടിയ ആ മഹാഭാരതം എന്ന ചരിത്രം. അപ്പോൾ അവിടെ ദുര്യോധനെ പോലൊരു കണ്ണിൽ ചോരയില്ലാത്ത, ഉദാഹരണം പറഞ്ഞ ഇപ്പോൾ ഇവിടെ മൈക്ക് കേടായി, ആദ്യം പിന്നെ ശരിയാക്കി, എനിക്ക് വേണമെങ്കിൽ മൈക്ക് പറിച്ച് കളയാമായിരുന്നു. അങ്ങനെ ചെയ്തവരൊക്കെ ഉണ്ടല്ലോ. മൈക്ക് കേടാകുമ്പോളെ ഊരി പല്ല് പറിക്കുന്ന പോലെ ഇങ്ങനെ ആടി ആടി പറിച്ച് കളയുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, ആ ചെയ്യായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി വരും ഭരണാധികാരികളൊക്കെ അസഹിഷ്ണുക്കളും അക്രമികളും അധർമ്മികളുമാവുമെന്ന് ഒരു സൂചനയാണത്. സഹോദരൻ കെഞ്ചി കേണ് ചോദിക്കുകയാണ്, എനിക്കൊരു വീടെങ്കിലും തരൂ. ഒരു വീടും തരാൻ പോകുന്നില്ല, നീയൊക്കെ കാട്ടിൽ പോയി ജീവിച്ചാൽ മതി സുഖമായിട്ട്. ഇന്നത്തെ കാലത്താണെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കാട്ടിലേക്ക് പറഞ്ഞ കാട്ടിൽ കഞ്ചാവ് കൃഷിയും റബ്ബർ കൃഷിയും വാറ്റ് ആരായം പരിപാടിയൊക്കെയാണ്. ആന നാട്ടിലേക്ക് വരികയാണ്, ആന റിസോർട്ട് തേടി വരികയാണ്. കാടിനകത്ത് കൊടും ചൂട് കൊണ്ട് ആനയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ അകത്ത് കള്ളവാറ്റും കഞ്ചാവ് കൃഷിയും റബ്ബർ വെപ്പും ഒക്കെയാണ്. കാടില്ല, ഉൾക്കാടൊക്കെ വെട്ടിത്തെളിച്ച് ശൂന്യമാക്കിക്കളും. അപ്പം ഇന്നിപ്പം അർജുനനും കൂട്ടരൊക്കെ ഇന്ന് കാലത്താണ് ഇതുപോലെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നെങ്കിൽ അവർക്ക് കാട്ടിൽ പോകാൻ പറ്റില്ല, കാരണം കാടില്ല. പോരാത്തിന് മാവോയിസ്റ്റുകളും കാട്ടിൽ തന്നെയാണ് താമസം എന്നാണ് ഞാൻ അറിയുന്നത്. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നാട്ടിൽ അന്നും ഇന്നും സുലഭമാണ്. അപ്പം അതുകൊണ്ട് നമുക്കൊരു പ്രിപ്പറേഷൻ തരികയാണ്. നമ്മൾ എന്തുകൊണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ ജീവിച്ചുള്ള ആയുസ് തീർത്തുകൊള്ളണം എന്നുള്ളതിൻ്റെ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് ആയിരുന്നു മഹാഭാരത കാലഘട്ടം. നിങ്ങൾ വിചാരിക്കരുത്, ഓ ഞാനിപ്പം ഭഗവാനെ നാരായണ എന്ന് വിളിച്ച് ജീവിതം സുഖമാവും. അപ്പം നാരായണ എന്ന് വിളിക്കുമ്പോഴാണ് നാരായണ ശ്രദ്ധിക്കുക. ഇപ്പം എൻ്റെ സ്കൂളിൽ നടന്നൊരു സംഭവം ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം ഞങ്ങൾ രാവിലെ എല്ലാവരും ക്ലാസ്സിലെത്തി. അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ എല്ലാവരോടും ടീച്ചർ ഒരു പ്രത്യേക കാര്യം ഇമ്പോസിഷൻ പോലെ എഴുതിക്കൊണ്ട്, എല്ലാവർക്കും സർവത്ര ശിക്ഷ കിട്ടിയതാണ്. അപ്പോൾ ഞാനൊന്നും എഴുതിയിട്ടില്ല എന്നുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാനൊന്നും ശനിയും ഞായറും കിട്ടിയ പരമാവധി പാട്ട് കേൾക്കുക, തലകുത്തി മറിയുക, ക്രിക്കറ്റ് കളിക്കാൻ പോവുക. എവിടെ എഴുതുന്നു? പരമാവധി പേര് എഴുതിയിട്ടില്ല. പക്ഷെ ചില മിടുക്കന്മാർ എഴുതിയവരുണ്ട്. ചിലർ വേറെ ഒരു പണിയില്ലാത്തവന്മാർ, കളിക്കാൻ ആരും കൂട്ടാത്തവന്മാരും ബോൾ പെറുക്കികളൊക്കെ കളിക്കാൻ പോകാതെ അവന്മാർ കുത്തിയിരുന്ന് എഴുതി കൊടുക്കാൻ, അവരെ കളിക്കാൻ കൂട്ടില്ല. അപ്പോൾ ഞങ്ങളൊക്കെ പ്രധാന ബാറ്റ്സ്മാനും ബോളറും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ കളിയുടെ തിരക്കുണ്ട്. ബട്ട് ഇന്ന് എഴുതാതെ ഞാൻ സ്കൂളിൽ പോകുന്നു. അപ്പോൾ എഴുതിയ ഒരു പുങ്കവൻ, നിങ്ങളെപ്പോലെ കൃത്യമായി ഭാഗവതം കേൾക്കുകയും നാരായണീയം ജപിക്കുകയും ചെയ്യുന്ന ഒരു പുങ്കവൻ. എല്ലാവരും സൈലൻ്റ് ആയിരിക്കും. ടീച്ചർക്ക് ഓർമ്മ വരുന്നില്ല ടീച്ചർ ഈ ഇമ്പോസിഷൻ തന്ന കാര്യം. ടീച്ചർക്ക് ഓർമ്മയേ ഇല്ല. ഞങ്ങളൊട്ട് അത് ഓർമ്മിപ്പിക്കാൻ പോയുമില്ല. വെറുതെ എന്തിനാണ് വയ്യാവേലി? ഞങ്ങൾ പല കഥകളും പറഞ്ഞ് ടീച്ചറെ വഴിതിരിച്ച് വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ ഒരുത്തൻ നാരായണ നാരായണ എന്ന് വിളിക്കുന്ന പോലെ ടീച്ചറോടൊരു ടീച്ചറേ എന്നൊരു വിളി. എന്താ? ഇന്നൊരു കാര്യം എഴുതാൻ പറഞ്ഞിരുന്നു. ഉടനെ ആ ടീച്ചർക്ക് അത് ഓർമ്മ വന്നു. പിന്നെ പടപട അടിയാണ്. അതായത് ക്ലാസ്സിൽ 3/4 പേരും ഇത് എഴുതിയിട്ടില്ല. എൻ്റെ അറിവിൽ ചില ടീച്ചർമാർ സ്കൂളിൽ വരുന്നത് തന്നെ 10 പിള്ളേരെ തല്ലാലോ എന്നുള്ള, എൻ്റെയൊക്കെ പഠനകാലത്ത് അതാണ് എൻ്റെ അനുഭവം. ചില ടീച്ചർമാർ പിള്ളേരെ തല്ലാനുള്ള ഒരു സന്തോഷം കൊണ്ട്, പല പോലീസിലൊക്കെ ജോലി കിട്ടേണ്ടവരായിരുന്നിരിക്കാം, പക്ഷെ ആ ഉയരക്കുറവുകൊണ്ടും ബുദ്ധി കുറവുകൊണ്ടൊക്കെ ടീച്ചർമാരായതാണ്. അങ്ങനെ അവർ തല്ലാൻ വേണ്ടി മാത്രം വരുമായിരുന്നു. അപ്പോൾ ഈ ടീച്ചർക്ക് ടീച്ചറെ എന്ന് വിളിച്ചാൽ വിളിയിൽ തന്നെ ആ ജ്ഞാപകം വന്നിടിച്ചു, എന്താണ് ഇവരെ അടിക്കണം. അപ്പോൾ ഉടനെ എല്ലാവരും ചോദിച്ചു, എൻ്റെ കയ്യിലൊന്നൊരു കുന്തവുമില്ല, എല്ലാവർക്കും നിരത്തി അടി കിട്ടി. അപ്പോൾ ഇതുപോലെയാണ് ചിലർ നാരായണ എന്ന് വിളിച്ചു തുടങ്ങുന്നത്. വിളി തുടങ്ങുന്ന ദിവസം മുതൽ കഷ്ടകാലം തുടങ്ങാൻ തുടങ്ങും. അതുവരെ ഒരുവിധപ്പെട്ട രീതിയിലൊക്കെ സുഖമായി ജീവിച്ചു പോകുന്നവരായിരിക്കും. നാരായണ നാരായണ എന്ന് തുടങ്ങുമ്പോഴേക്ക് ഉടനെ മകൻ ആക്സിഡൻറ്റ് പറ്റുന്നു, മരുമകൾ തെന്നി വീണ് ഗർഭാലസി പോകുന്നു, ഇനി ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരുപാട്. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, സാറേ നാമം ജപിക്കാതെ അത്യാവശ്യം കള്ളുകൂടിയും പാർട്ടി പ്രവർത്തനമൊക്കെ നടന്നപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ മര്യാദയ്ക്ക് ഭാഗവതം വായന തുടങ്ങിയതിന് ശേഷം ദുഃഖം ഒഴിഞ്ഞൊരു നേരമില്ല എന്നാണ്. ഇത് നിങ്ങൾക്ക് ആർക്കും അനുഭവം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നോട് പലരും ഇങ്ങനെ പറയാറുണ്ട്. ഞാൻ ഇദ്ദേഹമായിട്ട് വലിയൊരു കമ്പനിക്ക് പോകാറില്ല. ആരുമായിട്ട്? ഈ കൃഷ്ണനുമായിട്ട്. വീട്ടിലുണ്ട്, ഫോട്ടോ ഉണ്ടപ്പോൾ ഇടയ്ക്ക് കാണുമ്പോൾ എന്തൊക്കെ ഉണ്ട് ഏട്ടാന്ന് ചോദിച്ച് ഞാൻ സൈഡിൽ കൂടെ അങ്ങനെ പോകും. അല്ലാതെ പുള്ളിയെ വല്ലാതെ വിളിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോസിഷൻ ഓർമ്മിപ്പിക്കാറൊന്നുമില്ല. പുള്ളിയുടെ കയ്യിൽ ചീട്ടുണ്ട്, ഇവൻ എന്നിൻ്റെ കർമ്മം ചെയ്യുന്നത്, ഇവൻ അടി കൊടുക്കണം എന്ന് ഓർത്താ പുള്ളി ഇരിക്കുന്നത്. അപ്പം ഞാൻ അതിലൊന്നുമില്ല. ഞാൻ ലളിതാ സഹസ്രനാമം ചെയ്യും, ദേവി ഉപാസിക്കുകയും ചെയ്യുന്നു, ശിവനെ വിളിക്കും. ഇദ്ദേഹത്തിനോട് വല്ലാതെ ഒട്ടിക്കൂടാ. ഒട്ടിയാൽ
നിങ്ങളുടെ എല്ലാ കണക്കും പുള്ളി അപ്പോഴാണ് ഓർമ്മ, നീ ഇന്ന കാര്യങ്ങൾ ചെയ്ത് മരിച്ചവനാണ് കഴിഞ്ഞത്, നിനക്കുള്ള പണി ഞാൻ ഉടനെ തരാം എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഈ ഭാഗവതത്തിലടക്കം പറയുന്നത് ഭഗവാൻ മഹാദേവൻ പരമേശ്വരൻ തൻ്റെ ഭക്തന്മാർക്ക് മായയെ ഉപയോഗിച്ചുകൊണ്ട് അനേകം സ്വത്തും സമ്പത്തും ഒക്കെ കൊടുക്കും. പക്ഷേ ഞാൻ അപ്പടി കിടയാതെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവൻ്റെ സ്വത്ത്, സമ്പത്ത്, അഭിമാനം, മക്കൾ എല്ലാം എടുത്തു മാറ്റിയിട്ട് എൻ്റേത് മാത്രമാക്കി തീർക്കും. അവന് മോക്ഷം കൊടുത്തേ ഞാൻ അടങ്ങൂ എന്നാണ് പുള്ളിയുടെ തീരുമാനം. അപ്പം സത്യത്തിൽ ഞാനൊരു അനുഭവം, എൻ്റെ അറിവിൽ എൻ്റെ അനുഭവം പറയട്ടെ, ഈ ജന്മം എനിക്ക് മോക്ഷത്തിൽ വലിയ താല്പര്യം തോന്നുന്നില്ല. ഈ ജന്മം ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനൊക്കെ ജീവിക്കുന്നില്ലേ, സുഖമായിട്ട് ജീവിക്കുന്നില്ലേ, അതുപോലെ നല്ലൊരു അന്തസ്സായിട്ട് ജീവിച്ച് അവസാനം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇടി വെട്ടിയിട്ടോ ഒരു വണ്ടി ഇടിച്ചിട്ടോ എങ്ങനായാലും ശ്വാസം മുട്ടിയൊക്കെ മരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ യുക്തിവാദിയാണോ? യുക്തിവാദിയല്ല. ഈ ഭാഗവതം നിരന്തരം വായിച്ച് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ മറന്നുപോകും. എന്നിട്ട് ദുര്യോധന തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനെന്തോ കാര്യമായ പ്രശ്നമുണ്ട്. നമുക്കിത് കേട്ട് ഇപ്പോൾ കോട്ടയം ജില്ലയിലൊക്കെ മിക്ക പ്രഭാഷണം അവർ പറയുന്ന കേൾക്കാം, എന്നാൽ ഒരു പ്രഭാഷണമുണ്ട് കേട്ട് കളയാമെന്ന്. കേട്ടിട്ട് ഇവിടെ തന്നെ കളഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ടായിരിക്കും. എന്താ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഇതുവരെ മര്യാദയ്ക്ക് നിങ്ങൾ ഈ പറഞ്ഞ പോലെ പാർട്ടി ഓഫീസിൽ ചീട്ട് കളിച്ചും അല്പസ്വല്പം മദ്യപിച്ചും ഒക്കെ നടന്നപ്പോൾ ഒരു കുഴപ്പവും അറിഞ്ഞിരുന്നില്ല. എപ്പോഴാണോ ഭഗവാനെ എന്ന് നീട്ടിവിളി തുടങ്ങിയത്, ഗുരുവായൂരപ്പാ എന്ന് വിളിക്കാൻ തുടങ്ങിയത്, അപ്പോൾ മുതൽ ക്ലേശങ്ങൾ അനുഭവിക്കാൻ കൂടുതലായിട്ട് പലരും തുടങ്ങുന്നതായിട്ട്. പിന്നെ ഗുരുവായൂരപ്പനൊരു പരിപാടിയുണ്ട്, ഫ്രഷേഴ്സ് പാർട്ടി നടത്തും. അതായത് പുതുതായിട്ട് ഭക്തന്മാരായിട്ട് വരുന്നവർക്ക് പെട്ടെന്ന് കുറച്ച് നല്ല കാര്യം ചെയ്ത് കൊടുക്കും. ഫ്രഷേഴ്സ് പാർട്ടി എന്നാണ് പറയുന്നത്. നിങ്ങൾ പെട്ടെന്ന് ആദ്യമായിട്ട് സുഹൃത്ത് അയൽക്കാരി പറഞ്ഞു, നല്ല വായനയാണ്, രാമനാഥൻ സാറിൻ്റെ മറ്റേ പ്രഭാഷണമാണ്, നിങ്ങൾ എന്തായാലും നമുക്ക് പോവാം എന്ന് അയൽക്കാരിയെ കൂട്ടിക്കൊണ്ടുപോകും. കാരണം അവളങ്ങ് സൂഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൾ കാറൊക്കെ വാങ്ങി, 2 കാറും വാങ്ങി സുഖമായി ജീവിക്കുമ്പോൾ ഇവർക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇവള് പ്രഭാഷണത്തിൽ കൂട്ടിക്കൊണ്ടുപോവാണ്. അപ്പോൾ ഫസ്റ്റ് ആ ഭാഗവതത്തിന് പോകുന്ന ആദ്യത്തെ സമയത്തൊക്കെ ചിലപ്പോൾ ലോട്ടറി വരെ അടിക്കുക. 5000 രൂപയ്ക്ക് മേലെ അടിക്കില്ല, 5000 വരെയൊക്കെ അടിച്ച ആളുകൾ എനിക്കറിയാം. അത് കഴിഞ്ഞ് മെല്ലെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മീനിനെ എങ്ങനെയാണ് പിടിക്കുന്നത്? ആ ഇര ഇട്ട് കൊടുത്തിട്ടാണ് പിടിക്കുന്നത്. ആ ഒരു ഇര ആദ്യം കൊത്താൻ കിട്ടും. അതിൽ കൊത്തിയാൽ ഭഗവാന്റെ കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ അവൻ ഈ ഭൗതിക ലോകത്തെ വെറുത്ത് ലൗകികത വേണ്ടേ, എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നൊക്കെ വിചാരിക്കുന്ന രീതിയിലേക്ക് മനുഷ്യന് വിരക്തി കൊണ്ടുവരുന്ന ഒരു പ്രത്യേകമായൊരു എലിമെൻറ്റ് ഈ ഭാഗവതത്തിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഭാഗവത ആചാര്യന്മാരൊക്കെ നല്ല കയറ് പോലത്തെ സ്വർണ്ണമാലയും 5 വിരലിൽ മോതിരിട്ടാണോ നടക്കുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് ഭക്തി ഇല്ലെന്നാണ്. ശരിയായ ഭക്തി കൃഷ്ണനോട് വന്നു കഴിഞ്ഞാൽ സ്വത്ത് മുഴുവൻ എടുത്തുകൊണ്ട് പോകും പുള്ളി. സ്വത്ത് അത് പൂന്താനത്തെ മാത്രം നോക്കിയാൽ മതി. നിങ്ങളുടെ ഭാഗവത ആചാര്യന്മാരെയും പൂന്താനത്തിനെയും കമ്പയർ ചെയ്താൽ മതി. പൂന്താനത്തിനൊന്നും ഉണ്ടായിരുന്നില്ല. കാറ്റുനോറ്റിരുന്നുണ്ടായ ഉണ്ണിയെപ്പോലും 28ാമത്തെ ദിവസം വെന്തു പൊള്ളിയാണ് ആ കുട്ടി മരിക്കുന്നത്. ഏതച്ഛൻ സഹിക്കും? അങ്ങനെ അപമാനം സഹിച്ചും വേദന സഹിച്ചും ഏറ്റവും പരമഭക്തന്മാരെല്ലാം വൈകുണ്ഠത്തിലെത്തി. ഇപ്പം ചിലപ്പോൾ അവിടെ എൻജോയ് ചെയ്യുന്നുണ്ടാവും, എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ വൈകുണ്ഠത്തിൽ പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഭഗവാനോട് പറഞ്ഞു, നമ്മൾ തമ്മിലൊരു നല്ല സൗഹൃദമാണിപ്പോൾ എന്ന് പറഞ്ഞ് ഞാൻ ഒരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും പുള്ളിയുടെ അടുത്ത് നേരിട്ട് വല്ലാതെ അടുക്കാത്ത ആളാണ്. അതിന് കാരണം ഇതാണ്, ഭയമാണ്. എന്താണ് ഭയം? ഈ കൊച്ചുകുട്ടികൾ ഉറങ്ങാൻ മടിക്കും. കൊച്ചുകുട്ടികൾ ഉറങ്ങാൻ നേരത്ത് വല്ലാതെ കരയും. എന്താ കാര്യം? അവൻ അതുവരെ കളിച്ചുകൊണ്ടിരുന്ന കളിപ്പാട്ടങ്ങൾ നഷ്ടപ്പെടുമോ? ഇതുവരെ കളിച്ചുകൊണ്ടിരുന്ന കളികളൊക്കെ രസം പോയി പോകുമോ? ഉറക്കം ഒരു മരണമാണോ? ഇനി ഉണരില്ലേ എന്നൊക്കെ അബോധ മനസ്സിലൊരു പേടിയുണ്ട്. ആ പേടിയാണ് കുട്ടികൾ കരയാൻ കാരണം. അതുപോലെ കൃഷ്ണാന്ന് വിളി തുടങ്ങിയാൽ എൻ്റെ ഇപ്പോൾ ഉള്ള സാമാന്യമായ ജീവിതം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം മിക്ക ആളുകളുടെ ഉള്ളിലുണ്ട്. പരീക്ഷത്തിൻ്റെ ഭയം അതായിരുന്നില്ല. പരീക്ഷത്തിൻ്റെ ഭയം എന്തായാലും മരിക്കുന്ന ഉറപ്പാണ്, അതിൽ യാതൊരു സംശയമില്ല. തക്ഷകൻ വരികയും അയാളെ കൊല്ലുകയും ചെയ്യും. അത് കാരണം അയാൾ അർഹിക്കുന്നു, അങ്ങനത്തെ കർമ്മമാണ് ചെയ്തിരിക്കുന്നത്. അവരെ പരമ്പര ചെയ്തിരിക്കുന്ന ജനമേജയൻ്റെ സർപ്പസത്രം അതാണ്. അത്രയധികം ഈ പക നേടിയെടുത്തിട്ടുണ്ട്. കർമ്മഫലമാണ്. കർമ്മഫലത്തിലില്ലാത്ത ഒന്നും ആർക്കും തരാനും പറ്റില്ല, കൊടുക്കാനും പറ്റില്ല. ഒരു മകൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അമ്മയുടെ പാദം തൊട്ട് വന്നിച്ച്, അമ്മേ അനുഗ്രഹിക്കണം. അപ്പം അമ്മ എന്തു പറയുന്നു? നീ പഠിച്ചത് അത്രയും നിനക്ക് ഓർമ്മ വരട്ടെ. ഇതിൻ്റെ അർത്ഥം എന്താണ്? പഠിക്കാതെ ഒന്നും ജയിക്കാൻ പോകുന്നില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. നീ പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ
നിനക്കത് ഓർമ്മ വരട്ടെ, അതൊരു അനുഗ്രഹമാണ്. പഠിക്കാതെ, ഒന്നും പഠിക്കാതെ എന്നെ ജയിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ, പൂർവ്വജന്മത്തിൽ ടീച്ചറായിരിക്കെ ആർക്കെങ്കിലും കോപ്പി അടിക്കാൻ നേരത്തെ കണ്ണടച്ച് നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സാധിക്കും. ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായോ? നമ്മൾ ആരെങ്കിലും ജയിക്കാൻ ഇങ്ങനെ ഒരു യോഗ്യതയില്ലാത്തവൻ, ഇപ്പോൾ PSC പരീക്ഷയൊക്കെ ഉണ്ട്, ചിലരൊക്കെ പോലീസുകാരൊക്കെ ആവുന്നു, പാർട്ടിയിൽ കൊടി പിടിച്ചതിൻ്റെ പേരിൽ PSC പാസ്സാവും. അങ്ങനെയൊക്കെ ആർക്കെങ്കിലും ഉപകാരം ചെയ്തു അവൻ്റെ പ്രാർത്ഥന കൊണ്ട് അടുത്ത ജന്മം പരീക്ഷ എഴുതാതെ ചിലപ്പോൾ പാസ്സാവാം. പക്ഷേ തമിഴിൽ പറയും അവൻ ரொம்ப കൊടുത്തു വെച്ചവൻ എന്ന് പറയും. ഒരാൾക്ക് ലോട്ടറി അടിച്ചു, അല്ലെങ്കിൽ ഒരാൾക്ക് നല്ല സമ്പത്ത് കിട്ടി പെട്ടെന്ന്, നമ്മൾ വിൻഫോൾ എന്ന് പറയും, വലിയ ഭാഗ്യം, പെട്ടെന്നുള്ള ഭാഗ്യം. എന്താ കാര്യം? അവൻ എവിടെയോ അതിനുള്ളൊരു കർമ്മം ചെയ്തു വെച്ചിട്ടുണ്ട്, അതിനുള്ള ഫലമാണ് കിട്ടിയത്. തമിഴിൽ മാത്രമേ അതിന് പ്രത്യേക ഒരു വാക്കുള്ളൂ, കൊടുത്തു വെച്ചവൻ എന്ന് വെച്ചാൽ അവൻ മുമ്പ് എവിടെയോ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിനുള്ള കർമ്മം. ആർക്കോ ഒരു വിവാഹം നടത്തി കൊടുത്തു, ഏതൊരു പാവപ്പെട്ടവന് പഠിക്കാനുള്ള പുസ്തകം വാങ്ങിക്കൊടുത്തു, അല്ലെങ്കിൽ ജോലിയില്ലാത്ത ഒരുത്തിന് തൊഴിൽ വാങ്ങിക്കൊടുത്തു, അല്ലെങ്കിൽ ദാഹിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഒരു കിണറുണ്ടാക്കി കൊടുത്തു, അല്ലെങ്കിൽ ഒരു കുളമുണ്ടാക്കി കൊടുത്തു. എന്തെങ്കിലും ഒരു പുണ്യം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുണ്യം തിരിച്ചു വരും, സംശയമില്ല. ഇൻഫാക്ട് നമ്മൾ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങൾ കാരണമാണ് ഈ ശനിയും രാഹുവും കേതുവും വ്യാഴവും ഒക്കെ പല സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അവരിരിക്കുന്നല്ല, അവർ വിളമ്പുകാരാണ്, സദ്യ വിളമ്പുകാരാണ് അവർ. നമ്മളുണ്ടാക്കിയ ആഹാരമാണ് അവർ വിളമ്പിത്തരുന്നത്. അവരായിട്ടൊരു ആഹാരം ഉണ്ടാക്കിയിട്ട് രാഹു ഒരു അച്ചാറും ഈ കേതു ഒരു ചമ്മന്തിയൊന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ച ചമ്മന്തിയും അച്ചാറും ഒക്കെയാണ് ഈ ജന്മത്തിൽ അവർ നമുക്ക് വിളമ്പിത്തരുന്നത്. അത് കയ്പുള്ളതാവുന്നത് നമ്മുടെ കർമ്മം അനുസരിച്ചാണ്. മോശം കർമ്മങ്ങൾ ചെയ്ത് ജനിച്ചവൻ്റെ രാഹുവും കേതുവും ഒക്കെ അവിടെ പോയി നിൽക്കും. ഈ ഗ്രഹങ്ങൾ ആരും തെറ്റ് ചെയ്യുന്നില്ല, തെറ്റ് ചെയ്യുന്നത് നമ്മളാണ്. അപ്പോൾ എന്നോടൊരാൾ ചോദിച്ചു, അല്ല നിങ്ങൾ ഈ വലിയ ജാതകമൊക്കെ ഇവിടെ അമേരിക്കയിലൊന്നും പ്രശ്നമില്ലല്ലോ. ഞാൻ പറഞ്ഞു, അമേരിക്ക പ്രശ്നമില്ലേ? അമേരിക്കയിൽ കണ്ണില്ലാതെ ജനിക്കുന്നവരില്ലേ, കൈയില്ലാതെ ജനിക്കുന്നവരില്ലേ, അനാഥ കുട്ടികളില്ലേ, എത്ര പ്രശ്നങ്ങൾ. ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഏത് മതക്കാർക്കും നവഗ്രഹങ്ങളുടെ പീഡ ഉണ്ടാവുക തന്നെ ചെയ്യും. കാരണം കർമ്മഫലത്തിൻ്റെ ദാതാക്കളാണവർ. അവർ ഉപജ്ഞാതാക്കളോ നിർമ്മാതാക്കളോ ഒന്നുമല്ല. കർമ്മഫലം കൊടുക്കുക മാത്രം അവർ ചെയ്യുന്നു. അവരുടെ ജോലി വിളമ്പി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇലയിട്ടിരിക്കുകയാണ്, ഒരു ജന്മത്തിൽ ഇലയിട്ടിരിക്കുമ്പോൾ ആ ഇലയിൽ രാശിചക്രത്തിൽ ഓരോ സ്ഥലത്ത് ഇവർ പോയി നിൽക്കാൻ കാരണം അതത് കർമ്മങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ ശരി, ഏതായാലും ഇവിടെ വന്നു പെട്ടു. ഗീത എവിടെയുള്ളതാണ്? ഗീത മഹാഭാരതത്തിലുള്ളതാണ്. മഹാഭാരതത്തിൻ്റെ ഉപദേശ ഭാഗമാണ്. അപ്പോൾ ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ലോകം അനിത്യമാണ്, ഇതിന് നിത്യതയുണ്ടെന്ന് വിചാരിക്കട്ടെ. ഇവിടെ 1000 വയസ്സുള്ള ഒരു മനുഷ്യനും ജീവിച്ചിരിപ്പില്ല. ഈ ഭൂമിയിൽ എന്തൊരു മണം വരുന്നുണ്ട്, കരിഞ്ഞു വല്ലതും പൊട്ടോ തെറിക്കൊന്നുമില്ല, ശ്രദ്ധിക്കണേ. ഈ ഭൂമിയിൽ 1000 വയസ്സുള്ള ഒരു മനുഷ്യനുമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ആരും അത്രയ്ക്കൊന്നും ആയുസ് താണ്ടില്ല. ആയുസ് വളരെ ക്ഷണികമാണ്. ചിലപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീണ് മരിക്കാം, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലാരെങ്കിലും മരിക്കാം. മരണം എന്നത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. 100 വയസ്സൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ റെയറാണ്. വളരെ അപൂർവമായിട്ട് 100 വയസ്സൊക്കെ തട്ടുള്ളൂ. നല്ല നെല്ലുകുത്തി അരിയൊക്കെ കഴിച്ച ആളുകളൊക്കെ എത്ര കാലം ജീവിച്ചിരിക്കുള്ളൂ. ഈ പുതിയ അരിയൊക്കെ കഴിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ വലിയ താമസമില്ലാതെ ഇവിടുന്ന് പോവും. പഴയ കാലത്ത് നെല്ലുകുത്തി അരിയൊക്കെ കഴിച്ച ആളുകളൊക്കെ ഒരു പക്ഷേ കുറേ കാലം ജീവിച്ചേക്കാം. അപ്പോൾ ആയുസ്സിന് യാതൊരു ഉറപ്പുമില്ല. ആയുസ് വളരെ ഹ്രസ്വമാണ്, ചുരുങ്ങിയതാണ്, അനിത്യമാണ്. പിന്നെയോ അസുഖമാണ്. ഈ ലോകത്ത് സുഖമുണ്ടെന്ന് കരുതരുത്. ഇത് ശ്രീകൃഷ്ണൻ്റെ ഉപദേശമാണ്. കാരണം കലികാലത്തിലേക്ക് വന്ന മാർഗദർശനമാണ് ഗീതയിലുള്ളത്. കലികാലത്തിലേക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമോ ആ പ്രശ്നങ്ങൾക്കുള്ള മാർഗദർശനമാണ് മഹാഭാരതത്തിലും ഗീതയിലുമുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെ കലികാലത്ത് ആളുകൾ പ്രവർത്തിക്കുമെന്നുള്ളത് മഹാഭാരതത്തിൽ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു റിഹേഴ്സൽ ഗ്രൗണ്ട് ആയിരുന്നു കൗരവ പാണ്ഡവ പ്രശ്നം, അല്ലെങ്കിൽ ആ സംഗ്രാമം എന്ന് പറഞ്ഞാൽ യുദ്ധം. ആ ഭാരത സംഗ്രാമത്തിൻ്റെ കാതലായ വശം എന്ന് പറയുന്നത് ഇനി ഇങ്ങനെയൊക്കെയാണ് നടക്കാൻ പോകുന്നത്. ഇതിൽ കൂടുതലൊന്നും, ഒരുപക്ഷെ ഇതിൽ മോശമായത് പ്രതീക്ഷിക്കാം, പക്ഷെ ഇതിൽ നന്നായിട്ടൊരു ലോകം ഇനി ഉണ്ടാവുകയില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇനിയിപ്പം ഇതിനെ നന്നാക്കാന്നതിനെന്താ? ഇതിനെ നന്നാക്കുക അല്ല നമ്മുടെ ജോലി, സ്വയം നന്നാവുക എന്നുള്ളതാണ്. ഈ ലോകത്തെ നന്നാക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി നമുക്കില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മം പരനുകൂടി ഗുണമായി വന്നോട്ടെ എന്ന് കരുതി ചെയ്യണം. ഒരു മരം വെച്ച് പിടിപ്പിക്കുന്നു, നമുക്ക് മാത്രമല്ല അതിൻ്റെ ഗുണം മറ്റുള്ളവർക്കുമാണ്. ഒരു നല്ല കിണർ കുഴിച്ചു കൊടുക്കുന്നു, ഒരു കുളം വെച്ച് കൊടുക്കുന്നു, ഒരു വിവാഹം നടത്തി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സമൂഹ
സദ്യ നടത്തി, എന്തെങ്കിലും ഒരു ഗുണം, ഒരു ദ്രോഹമല്ലാത്തത് ഒരു ഗുണം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്താൽ അത് നമ്മുടെ കർമ്മഫലത്തെ കുറയ്ക്കും, ദോഷകർമ്മങ്ങളെ കുറയ്ക്കും. അല്ലാതെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, രാമകൃഷ്ണ പരമഹംസദേവൻ വചനാമൃതത്തിൽ പറയുന്നുണ്ട്, ഒരു അവതാരം വന്നാൽ, അവതാരം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഭൂമി സന്ദർശിക്കുന്ന പോലെയാണ്. ഒരവതാരം ഭൂമിയിൽ വന്നാൽ കുറേ മാറ്റമൊക്കെ വരുത്താൻ പറ്റും. എങ്ങനെ? നല്ല തുലാമഴയ്ക്ക്, അല്ലെങ്കിൽ നമ്മൾക്ക് കർക്കിടക മാസത്തിലെ നല്ല മഴയ്ക്ക് വെള്ളം തട്ടൊപ്പം പൊന്തും. ആ സീസൺ കഴിഞ്ഞാൽ ആ വെള്ളം വലിഞ്ഞു പോവുകയും ചെയ്യും. അതുപോലെ ഒരു അവതാരമുള്ള കാലത്ത്, ഇപ്പം അമൃതാനന്ദ വൈദേവി ഉണ്ട്, ഒരുപാട് ഹോസ്പിറ്റലുകൾ ഉണ്ടാവുന്നു, കോളേജുകൾ ഉണ്ടാവുന്നു, സ്കൂളുകൾ ഉണ്ടാവുന്നു, ഒരുപാട് സേവാപ്രവർത്തനം ചെയ്യുന്നു. അമ്മയുടെ അവതാരകാലം കഴിഞ്ഞാൽ അത് പിന്നെയും ഈ ലോകം കുറേ വീണ്ടും തട്ട് താണു പോകും. ഒരവതാരം വരുമ്പോൾ തട്ടൊപ്പം വെള്ളമൊന്ന് പൊന്നും. ശ്രീകൃഷ്ണൻ വന്ന ഭൂമിയാണിത്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ വന്ന് ജീവിച്ചു പോയ ഭൂമിയാണിവിടെ. എന്താ ഇവിടെ ധർമ്മം ശരിയാവാത്തത്? ഒരവതാരം വന്ന, ഇപ്പോൾ ഗീതയിൽ തന്നെ പറയുന്നുണ്ടോ, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എപ്പോഴെപ്പോഴാണോ ധർമ്മത്തിൻ്റെ തട്ട് താണുപോവുകയും അധർമ്മം ശക്തമായി വരികയും ചെയ്യുന്നത്, അപ്പോൾ ആ ധർമ്മത്തെ തട്ടൊപ്പിച്ച് നിലനിർത്താൻ വേണ്ടി, ഉയർത്താൻ വേണ്ടി ഞാൻ അവതരിക്കും. ഇപ്പോൾ വരാഹാവതാരമാണെങ്കിലും നരസിംഹാവതാരമാണെങ്കിലും എല്ലാം, ആ അവതാരങ്ങൾക്കെല്ലാം ധർമ്മത്തെ ഒന്ന് ബോധിപ്പിക്കുക ഒരു പരിധി വരെ സാധിക്കും. ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ജീവിച്ചിരുന്ന കാലത്ത് ഭൂമിയിലെ ജനസംഖ്യ എത്രയായിരുന്നു? ആ ജനസംഖ്യയിൽ എത്ര പേർക്ക് ശ്രീകൃഷ്ണനെ കൊണ്ട് നേരിട്ട് ഗുണമുണ്ടായി എന്ന് ചോദിച്ചാൽ അന്നത്തെ ജനസംഖ്യയുടെ 1% പോലും വരില്ല. വരുമോ? ചിന്തിച്ചു നോക്കൂ. അന്ന് ശ്രീകൃഷ്ണന്റെ കാലത്തുണ്ടായിരുന്ന ജനസംഖ്യയിൽ ആ ടോട്ടൽ ജനസംഖ്യയുടെ 1% പോലും ശ്രീകൃഷ്ണനെ കൊണ്ട് നേരിട്ട് ഗുണം നേടിയവരല്ല. വളരെ ചുരുങ്ങി. ഇപ്പോൾ അമ്മയുണ്ട്, സത്യസായി ബാബ ഉണ്ടായിരുന്നു, അതിനു മുമ്പ് നിത്യാനന്ദ പരമഹംസരുണ്ടായിരുന്നു ഗണേഷ്പുരിയിൽ, മുംബൈയിൽ. അങ്ങനെ അവതാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവതാരങ്ങൾക്കും പരിധിയുണ്ട്. കാരണം ഇത് കലിയാണ്. കലിയുടെ സവിശേഷത ഏതാണ്? നമ്മൾ ഇന്നടുക്കി വെക്കുന്നത് നാളെ അടിതെറ്റിപ്പോവും. നാളെ വീണ്ടും അടുക്കി വെക്കുന്നു, മറ്റന്നാൾ അടിതെറ്റിപ്പോവും. അപ്പോൾ ഇവിടെ ലോകക്രമത്തെ നിയന്ത്രിക്കുന്ന ശക്തിക്ക് ഇത് ഇങ്ങനെ 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 ഈ 4ാമത്തെ യുഗം ഇല്ലാതാവാനുള്ള പോക്കാണ്. എന്താ ഇവിടെ ചെയ്യാന്നും കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഇമം പ്രാപ്യ, ഇവിടെ ജനിച്ചു പോയാൽ ഭജസ്വാമ, എന്നെ ഭജിച്ചോളുക. ഭഗവാനെ, ഈശ്വരനെ ഏതെങ്കിലും വിധത്തിൽ നിരന്തരം ഭജിച്ചും സ്മരിച്ചും ജീവിച്ചാൽ ക്ലേശം വന്നാലും മനസ്സ് ദുഃഖിക്കില്ല. എനിക്ക് എപ്പോഴും എൻ്റെ ചിന്തയിൽ വരുന്ന ഒരു ഉദാഹരണം, കുട്ടിക്കാലത്ത് ഞാൻ അടങ്ങിയിരുന്ന സമയമില്ല, ഭയങ്കര വികൃതിയായിരുന്നു. അപ്പോൾ താടി പൊട്ടാത്ത കുട്ടികൾ കുറവാണ്. ചാടി എങ്ങനെയെങ്കിലും പൊട്ടിച്ചുകൊണ്ട് വരും. ഇപ്പം ഇന്നത്തെ കാലം ഈ പ്രായത്തിലാണ് എൻ്റെ താടി അങ്ങനെ പൊട്ടുന്നെങ്കിൽ എനിക്ക് ആ വേദന സഹിക്കാൻ പറ്റില്ല. കുട്ടിക്കാലത്തുണ്ടായ ആ അതിഭീകരമായ വേദനയെ ഞാൻ എങ്ങനെ മറികടന്നു? അന്ന് മനസ്സിന് ഉല്ലാസമുണ്ടായിരുന്നു, എത്രയും പെട്ടെന്ന് കളിക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, ജീവിതത്തെപ്പറ്റി പ്രത്യാശ ഉണ്ടായിരുന്നു, പ്രകൃതിയിലൊരു ആനന്ദം നിലനിന്നിരുന്നു ചെറുപ്പകാലത്ത്, കുട്ടിക്കാലത്ത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതില്ല, മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്ന കഴുതകളാണ്, ഇങ്ങനെ നോക്കിയിരുന്ന് കണ്ണ് കാണാവുന്ന കഴുതകളാണ്. ഇപ്പോൾ കുട്ടികളില്ല. 5 വയസ്സാകുമ്പോഴേക്ക് 50 വയസ്സുകാരൻ്റെ അറിവാണ്. അവനറിയാത്ത ലൈംഗികതയില്ല, അവനറിയാത്ത ഗെയിമില്ല, അവനറിയാത്ത ഒരു വൃത്തികേടുമില്ല. അപ്പോൾ ഇന്ന് കുട്ടികളില്ല. 5 വയസ്സോടുകൂടി കുട്ടികൾ മരിച്ചു പോവുകയും ദുഷ്ടന്മാർ ജനിക്കുകയും ചെയ്യുകയാണ്. പറയുന്ന വിഷമം തോന്നില്ല, അല്പം രൂക്ഷമായിട്ട് പറയേണ്ടി വരും. നിങ്ങളൊക്കെ തന്നെ വീട്ടിൽ അനുഭവിക്കുന്നുണ്ടാവുമല്ലോ, കുട്ടികളുണ്ടോ എന്ന്. കുട്ടികൾ അവർ വലിയ വർത്തമാനമാണ് പറയുന്നത്. അവർക്ക് ഈ സാധനത്തിൽ കിട്ടാത്ത ഒന്നുമില്ല. ഈ മൊബൈൽ ഫോൺ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കിട്ടാത്ത ഒന്നുമില്ല. പോൺ സൈറ്റ് പോവാലോ, എന്ത് വൃത്തിയോടെ കിട്ടും. ഇപ്പോൾ ചെറിയ കുട്ടികൾ മരിച്ചു പോവുകയാണ്. പണ്ട് 10ാം ക്ലാസ്സിലും കുട്ടിയാണ്, ഇന്ന് 5 വയസ്സിൽ കുട്ടി നഷ്ടപ്പെട്ടു, കുട്ടി മരിച്ചു, ദുഷ്ടൻ പുറത്തു പോകും. ഇങ്ങനെയാണ് പൊതുവേ. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് എവറിബോഡി, പക്ഷെ ഒരു പരിധി വരെ അങ്ങനെയാണ്. മൊബൈൽ ഫോണാണ് അവരുടെ ദൈവം, മൊബൈൽ ഫോണാണ് അച്ഛൻ, മൊബൈൽ ഫോണാണ് അമ്മ. മധുസൂദന സരസ്വതി സ്വാമിയോട് പറഞ്ഞു, കൃഷ്ണനേക്കാൾ വലിയൊരു തത്വം എനിക്ക് അറിഞ്ഞുകൂടാന്ന്. കൃഷ്ണാത് പരതരം തത്വം അഹം ന ജാനേ എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മൊബൈലിൽ പരതരം തത്വം അവർക്ക് അറിയില്ല. അതുകൊണ്ട് ഈ ഒരു തലമുറയിൽ നിന്ന് ഇനി ഇതിലും രൂക്ഷമായ ദുര്യോധനന്മാരെ നമ്മൾ പ്രതീക്ഷിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു.
അത് കോഴിക്കോടാണ് പേരാമ്പ്രയിലാണെന്നൊക്കെ പറയും, അറിയില്ല എവിടെയാ സ്ഥലം എന്നറിയില്ല, പലരും പലതും പറയും, തമിഴ്നാട്ടിലാണെന്ന് പറയുന്നു. ഒരച്ഛൻ ഉമ്മറത്ത് കസേരയിൽ ഇരിക്കുകയാണ്, വയസ്സായ ആളാണ്, അയാൾക്ക് മര്യാദക്ക് എഴുന്നേൽക്കാൻ പോലും വയ്യ, ഒരു 75 വയസ്സ് കാണും. മകൻ ഇങ്ങോട്ട് വന്ന് 2-3 ഇടിയാണ് മുഖത്ത്, കണ്ടിരുന്നത് 2-3 ഇടിയാണ് അയാൾക്കൊന്ന് തുമ്മാൻ പോലും വയ്യാത്ത വയസ്സനാണ്. ആ ഇടി കൊണ്ട് അയാൾ അതേപടി മറിഞ്ഞു വീണ് ചാവുകയാണ്. ഒരു കൂസരമില്ലാതെ മകൻ അപ്പുറത്ത് വീണ്ടും ചെരുപ്പ് വലിച്ചെറിയുന്നു അയാളുടെ ദേഹത്തേക്ക്, ആക്രോശിച്ച് പിന്നെ ഇടിക്കാൻ വരുന്നു. അപ്പൊ അമ്മ അപ്പോൾ അമ്മ കാല് പിടിച്ച് തൊഴുതു പറയണം, മോനെ ഇനി ഇടിക്കരുത്, അയാൾ മരിച്ചു കഴിഞ്ഞു, കുഴപ്പമില്ല ഇനി ഇടിക്കേണ്ടെന്ന് പറയണം അച്ഛനെ. അങ്ങനെ അവൻ ഒരു പരിധി വരെ കലി അടങ്ങി പോവുകയാണ്. ഇത് ഇങ്ങനെയാണ് നടക്കുന്നത്. ഇനിയുള്ള തലമുറ ഇങ്ങനെ ആയിരിക്കില്ല. തോക്ക് കൂടി ഈ മലയാളികൾ കൂടി തോക്ക് കിട്ടിയാൽ ദിവസവും 10 പേരെ വെച്ച് കൊന്നുകളെ. അപ്പോൾ ഇനി വരാൻ പോകുന്ന കാലഘട്ടം അതിലേറെ ക്രൂരമാണ്. ഇനി വരാൻ പോകുന്ന കാലഘട്ടം ഇതിലേറെ രൂക്ഷമായ ആക്രമണങ്ങളും അപകടങ്ങളും പിടിച്ച സമയമാണ്. അപ്പോൾ എന്തിനാണ് ഈ കാലഘട്ടത്തിൽ ഭാഗവതം വായിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതിൻ്റെ കാരണം അല്പമെങ്കിലും സരളമായൊരു മനസ്സ്, നിഷ്കളങ്ക ഒരു മനസ്സ് സൃഷ്ടിക്കാൻ പറ്റണം. അപ്പോൾ ഭാഗവത സപ്താഹമൊക്കെ നടക്കുമ്പോൾ കുറേ കഥകൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് കുറേയൊക്കെ എങ്കിലും ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ കൊള്ളാം, എവിടെയെങ്കിലുമൊക്കെ ആ ഭഗവാന്റെ സ്മരണ വന്ന് നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയും, ഇമം പ്രാപ്യ ഭജസ്വമായി, ഇത് അനിത്യമായ അസുഖം പിടിച്ച വളരെ ദുഃഖകരമായ ക്ലേശഭൂയിഷ്ടമായ ഒരു ഭൂമിയാണ്. അപ്പോൾ ഈ നരകം, ഇത് നരകം തന്നെയാണ് അല്ലേ, പൂന്താനം തന്നെയല്ലേ പറയും, നരകത്തിൽ തന്നെ കരകയറ്റണം. ഇത് നരകമായിട്ടാണ് അദ്ദേഹം കണ്ടത്. അപ്പോൾ ഈ നരകത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി അല്പസ്വല്പമൊക്കെ നാമജപവും ഭഗവൻ നാമസ്മരണവും ഭഗവാന്റെ ചിന്തയൊക്കെ ഉള്ളത് നല്ലതാണ്. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ടാണ് സപ്താഹമൊക്കെ നടത്തുന്നത്. അതൊക്കെ വ്യവസായമായി മാറിക്കഴിഞ്ഞു, അതൊന്നും തിരുത്താൻ എനിക്ക് പറ്റില്ല. നന്നായി നടക്കട്ടെ വ്യവസായം, എനിക്കും അതിൽ പൈസ കിട്ടിയാൽ മതി, അങ്ങനെ തന്നെ ഞാനും പറയുന്നു. കാരണം ഇത് ഈ ഒരു കച്ചവടത്തിൽ ഒരിക്കലും വിമർശിക്കുന്നവൻ പട്ടിണി കിടന്ന് ചാവുകയുള്ളൂ. ഈ കച്ചവടത്തിൻ്റെ ഭാഗഭാക്കാവുക, വേഷം കെട്ടുക എന്നുള്ള, സത്യം അറിയാമെങ്കിലും പറയാതിരിക്കുക എന്നുള്ളതാണ് കലിയിലെ ധർമ്മം. അപ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്, ഭീഷ്മാചാര്യരെ എന്തിനാണ് ഭഗവാൻ ശരശയ്യയിൽ കടത്തിയത്? ഭഗവാൻ തന്നെ കടത്തിയത്. സത്യം അറിയാമായിരുന്നു, ധർമ്മം ഏതെന്ന് അറിയാമായിരുന്നു. പാഞ്ചാലിയെപ്പോലൊരു സ്ത്രീയെ പിടിച്ചു വലിച്ച് ഇഴയ്ക്കുമ്പോൾ അവൾ എന്തൊക്കെ ചെയ്താലും ശരി, ആരായാലും ശരി, ഏത് സ്ത്രീയാണെങ്കിലും ഇങ്ങനെ പിടിച്ചു ഒരു സഭയിൽ ഭർത്താക്കന്മാരുടെ മുമ്പിൽ കള്ളച്ചൂത് കളിച്ച് അവരെ പെടുത്തിയ ശേഷം അവരുടെ ഭാര്യ അപഹരിക്കുക എന്ന് പറയുന്ന കടുത്ത അധർമ്മം നടക്കുമ്പോൾ മൗനി ബാബയായിട്ട് നമ്മൾ മൻമോഹൻ സിംഗിൻ്റെ കൂട്ട് നിന്നുകൊണ്ടാണ് ഈ ശരശയിൽ കിടക്കേണ്ടി വന്നത്. മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞാൽ 100 വർഷത്തിനിടയ്ക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളിൽ ഏറ്റവും ബുദ്ധിമാനായ ഇക്കണോമിസ്റ്റാണ്. അയാൾ എന്തെങ്കിലും വായ തുറക്കാൻ അനുവാദം ഉണ്ടായിരുന്നു? അതുപോലെയാണ് അല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് മൊത്തത്തിൽ ശരശായി കിടക്കുന്നത്. അത് വേറെ വിഷയം. അപ്പോൾ ഏതായാലും അങ്ങനെ എന്ത് അധർമ്മം നടന്നാലും മിണ്ടണ്ട, അപ്പോൾ തൽക്കാലം നമ്മുടെ കാര്യം നോക്കിയാൽ മതി എന്നുള്ളത് കണ്ടുപിടിച്ച ആൾ ഭീഷ്മരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പുള്ളിക്ക് എല്ലാ ധർമ്മവും അറിയാം. യുദ്ധത്തിൽ ഇന്ദ്രനെ പോലും തോൽപ്പിക്കാനുള്ള ശക്തി, അത്രയും വലിയ യുദ്ധവീരനാണ്. ധർമാധർമ്മങ്ങളെപ്പറ്റി അസലായിട്ട് അറിയാം. മഹാപണ്ഡിതൻ, ആ ജന്മ ബ്രഹ്മചാരി ഒക്കെ ആയിട്ടും ഒരു പെണ്ണിനെ പിടിച്ചു വലിച്ചിഴയ്ക്കുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള ധാർമ്മികമായ
ബോധമില്ലാതെ പോയി. അപ്പം അങ്ങനെ ഒരു തെറ്റ് മിണ്ടാതിരിക്കുക, തെറ്റ് കണ്ടാലും മിണ്ടാതിരിക്കുക എന്നൊരു കാര്യം കണ്ടുപിടിച്ച ആളാണ് പുള്ളി. അപ്പം പുള്ളി അപ്പം തന്നെ ഭഗവാൻ അവിടെ നോട്ട് ചെയ്തു, അവനെ ഇപ്പം ശരി, ഇവനാണ് ഏറ്റവും വലിയ അധർമ്മി. കാരണം അധർമ്മം ചെയ്യുന്നവനേക്കാൾ, അധർമ്മം ചെയ്യുന്നതിന് ബോധമില്ല, അവനേക്കാൾ തെറ്റുകാരനാണ് അധർമ്മം അറിഞ്ഞുകൊണ്ട് ഇത് അധർമ്മമാണെന്ന് അറിഞ്ഞിട്ടും ചോദ്യം ചെയ്യാതെ കൈകെട്ടി നിൽക്കുന്നവൻ. അങ്ങനെ ഭീഷ്മർ അന്ന് നിന്നതിന് ഭീഷ്മർ ഉത്തരായണം വരുന്നത് വരെ ശരശയിൽ കിടന്ന ആ ദുര്യോധൻ്റെ ചോറും അച്ചാറും മോരും ഒക്കെ കൂട്ടിയ രക്തം മുഴുവൻ ഒലിച്ചു പോകുന്നത് വരെ അവിടെ കിടന്നിട്ട് നാരായണൻ്റെ, സാക്ഷാൽ ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമം ഭഗവാൻ തന്നെ പാരായണം ചെയ്ത്, ഭഗവാനാണ് ആദ്യം കേട്ടത്. വിഷ്ണു സഹസ്രനാമം ആദ്യം കേട്ടത് സാക്ഷാൽ കൃഷ്ണൻ തന്നെ വന്ന്, നാരായണ അവതാരമായ കൃഷ്ണൻ തന്നെ വന്ന് കേൾക്കുകയാണ്. വലിയ ഭാഗ്യമാണ് അയാൾക്ക്. അതൊക്കെ നമ്മുടെ പാരായണം കേൾക്കാൻ ആരാ വരുന്നത്? നമ്മളെക്കാൾ മോശപ്പെട്ടവരാണ് വരുന്നത്. എന്നാൽ ഭീഷ്മരുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഭീഷ്മർ പാരായണം ചെയ്ത് കേൾക്കാൻ വന്ന സാക്ഷാൽ നാരായണൻ തന്നെ അവിടെ ശ്രോതാവായിട്ട് വന്നു നിന്നു. അപ്പം അത്ര അനുഭവിച്ചു. ഒരു 6 മാസക്കാലമൊക്കെ രക്തം മിക്കവാറും അമ്പൊക്കെ കൊണ്ട് പഴുത്ത് ആ മുറിവൊക്കെ ഒരു പരുവായിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു മരണമാണ് അയാളെ കാത്തിരുന്നത്. പക്ഷെ ആ ദുര്യോധന, ആ ഭീഷ്മർ ഇന്നാണ് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് പത്മശ്രീ, പത്മവിഭൂഷൺ, ഭാരതരത്ന അടക്കം കിട്ടിയത്. കാരണം ഇന്ന് പ്രധാനമന്ത്രി വരെ ആയില്ലേ പിന്നെ മൻമോഹൻ സിംഗ്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ എത്ര അറിവുള്ളവരാണെങ്കിലും കലിയുഗത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു അധർമ്മം കണ്ടാൽ ഞാൻ ഈ നാട്ടുകാരനല്ലേ എന്ന് പറഞ്ഞ് പോവാന്നുള്ളതാണ്. അങ്ങനെ മാറി മിണ്ടാതെ ഭീഷ്മരായിട്ട് നേരിട്ട് പാഞ്ചാലിയോട് ഒരു അക്രമവും ചെയ്തില്ല, കൈകെട്ടി നിന്നേ ഉള്ളൂ. പക്ഷെ ഭീഷ്മർക്ക് എന്നിട്ടും കിട്ടി പണി. ആ ഭീഷ്മർ ഈ കലിയുഗത്തിലായിരുന്നെങ്കിൽ, ഈ 2024 ജീവിച്ചിരുന്നെങ്കിൽ അയാൾ തെറ്റുകാരനെയല്ല. കാരണം നമ്മളിൽ പലരും അങ്ങനെയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് നട റോഡിൽ സ്ത്രീയെ പിടിച്ചെടുത്ത് വലിക്കുന്നുണ്ടാൽ നമ്മൾ എന്താ ചിന്തിക്കുക? എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാം, അതെന്തേ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുക, അല്ലേ? അങ്ങനെയല്ലേ ഡൽഹിയിൽ പിന്നെ ബസ്സിൽ വെച്ചിട്ട് പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചു കൊന്നത്? ആരൊക്കെ കണ്ടിട്ടും പ്രതികരിക്കാതെ പോയി. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഭീഷ്മരാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഈശ്വരൻ പോലും കുഴപ്പമില്ലടാ നീ ചെയ്തതെന്നല്ല എന്ന് പറയും. ഇടപെടാൻ പോയാൽ അവൻ ജീവിതകാലം മുഴുവൻ കോടതിയിൽ നിന്ന് ഇറങ്ങോ? അപ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറ. അപ്പോൾ കലിയുഗം ഇങ്ങനെയാണ്, തലകുത്തനെയാണ്. കലിയുഗം തലകുത്തനെയാണ്. എൻ്റെ ഒരു സുഹൃത്ത്, എനിക്കറിയാം അയാളെ, പഠിക്കുന്ന കാലത്ത് തന്നെ പല അസന്മാർഗികളായ സ്ത്രീകളോടൊപ്പം പോവുമായിരുന്നു. അയാളിപ്പോൾ കല്യാണം കഴിച്ചിട്ട് ഏറ്റവും പണക്കാരൻ്റെ മകളെയാണ്. ഒരു കുഴപ്പമില്ല, അവർ സുഖമായി ജീവിക്കുന്നു. ധർമ്മിഷ്ഠനായ സിഗരറ്റ് പോലും വലിക്കാതെ ജീവിച്ചവനിപ്പോൾ വീടുമില്ല, സുഖവുമില്ല, ജീവിക്കുകയാണ്. അപ്പോൾ ഇതിനർത്ഥം എന്താണ് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത് കലി എന്ന് പറഞ്ഞാൽ നിഗൂഢമായ ഒരു സന്ധ്യയാണ്. നിശ്ചയമായിട്ടും പറയാം, ഈ സന്ധ്യ പുലരിയിലേക്കല്ല പോകുന്നത്. സന്ധ്യ പുലരിയിലേക്കും പോവാം, രാത്രിയിലേക്കും പോവാം, അല്ലേ? അങ്ങനെ സമയത്തിന് സന്ധ്യ എന്ന് പറയുന്നത്. ഈ സന്ധ്യ രാത്രിയുമാവാം പകലുമാവാം. പക്ഷെ കലിയുഗ സന്ധ്യ എന്ന് പറഞ്ഞാൽ രാത്രിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഒരു തുള്ളി വെളിച്ചം കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. അധർമ്മം ചെയ്യുന്നവന് കൂടുതൽ 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 വരുമാനവും സമ്പത്തും ഐശ്വര്യവും വരും. ധർമ്മം ചിന്തിക്കുന്ന പൂന്താനത്തെ പോലുള്ള പാവങ്ങൾ കഷ്ടപ്പെട്ട് മരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഒരാൾ അധർമ്മിയാവുന്നതിനെ കുറ്റം പറയാൻ പറ്റുമോ? ഞാൻ കേവലം ഒരു പ്രഭാഷണമല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളിലേക്ക് എൻ്റെ ചില ചിന്തകൾ പറഞ്ഞു തരണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഒരധർമ്മിയായാലാണോ കൂടുതൽ സൗകര്യം, അതോ ധർമ്മിഷ്ഠനായാലാണോ? ഇപ്പോൾ KSRTCയിൽ ജോലി കിട്ടിയാൽ നല്ലതാണോ ചീത്തയാണോ? ഇപ്പോൾ ഡ്രൈവറായിട്ട് KSRTC ജോലി കിട്ടുന്നു. ഇപ്പോൾ ആരെങ്കിലും ചേരും ഇവിടെ? നല്ലതാണോ ചീത്തയാണോ? തിരുവനന്തപുരത്താണെ പെട്ടു. ആ പയ്യൻ ഇനിയിപ്പോൾ ഒസാമ ബിൻ ലാദനുമായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. യദു എന്ന് പറഞ്ഞ ചെറുക്കന് ഒസാമ ബിൻ ലാദനുമായിട്ട് കത്തടപാടുണ്ടായെന്നാണ് പറയുന്നത്. അമേരിക്കയിലെ ട്വിൻ ടവർ തകർത്ത് ഒരു ഫ്ലൈറ്റ് ഓടിച്ചത് യദുവാണെന്നാണ് പറയുന്നത്. അവൻ ഇനി ജന്മകാലത്ത് നൂറ് നിൽക്കാൻ പറ്റാത്ത പോലെ ആക്കിയിട്ടേ അവർ പോവുള്ളൂ. ആരെങ്കിലും അവനെ സപ്പോർട്ട് ചെയ്യാൻ പോവോ? അവരെയും പിടിച്ച്. അപ്പം ഞാനീ പറയുന്നതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, നിങ്ങൾ ചിന്തിക്കൂ, ഈ ലോകത്ത് നടക്കുന്ന എന്താണ്? ധർമ്മം ചെയ്യുന്നവൻ എവിടെ? അവൻ എന്തെങ്കിലും വിലയുണ്ടോ? ഒരു വിലയുമില്ല. ഇപ്പോൾ ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ, എനിക്ക് അങ്ങയോട് അതിവിനീതമായി ചോദിക്കാനുള്ളത്, ഈ സാധുക്കളായ ധർമ്മിഷ്ഠരായ ജനങ്ങളെ എന്തിനു പീഡിപ്പിക്കുന്നു? ഇപ്പോൾ കൃഷ്ണൻ പറയുന്നത്, ഞാൻ ആരെയും പീഡിപ്പിക്കുന്നില്ല,
എല്ലാവരും അവനവന്റെ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുക. അപ്പൊ കലിയുഗത്തിൽ വന്ന് ജനിച്ചിരിക്കുന്ന ആളുകളിൽ എല്ലാവരും തന്നെ, വലിയൊരു ശതമാനം തന്നെ അധർമ്മികളാണെന്ന് പറയേണ്ടി വരും. കാരണം അവർ പൂർവ്വജന്മങ്ങളിലെ അധർമ്മത്തിന്റെ ശിക്ഷ. ആരോ ഒരു എഴുത്തുകാരൻ എഴുതി, ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഏതോ മറ്റൊരു ഗ്രഹത്തിന്റെ നരകമായിരിക്കാം. ഭൂമി എന്ന് പറഞ്ഞാൽ മറ്റേതോ ഒരു ഗ്രഹത്തിന്റെ നരകമായിരിക്കാം. ശരിയാണ്. ഇന്നലെയോ മനിയാന്നോ എന്നറിയില്ല, എറണാകുളത്ത് ഒരു ഫ്ലാറ്റിൽ നിന്ന് ഒരു ജനിച്ച ഉടനുള്ള കുട്ടിയെ വലിച്ചെറിഞ്ഞു. വളരെ സിമ്പിൾ. ഞാനതൊക്കെ കേട്ടിട്ട് അത്ഭുതപ്പെടുകയാണ്. ഇവിടെ കൃഷ്ണക്ഷേത്രത്തിന് കുറവുണ്ടോ? ശിവക്ഷേത്രത്തിന് കുറവുണ്ടോ? ദേവി ഭാഗവതം വായനയ്ക്ക് കുറവുണ്ടോ? ഭാഗവതം വായനയ്ക്ക് കുറവുണ്ടോ? ഏതെങ്കിലും ഒരുത്തൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒരു പൊടി ധർമ്മബോധം കടന്നു പോകുന്നുണ്ടോ? എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പല വേദികളും കണ്ടു മടുത്ത ആളാണ് ഞാൻ. അങ്ങേയറ്റത്തെ അധർമ്മമാണ്. അതുകൊണ്ട് എന്താണ് ഒരു വഴി എന്ന് ചോദിച്ചാൽ, വ്യക്തിപരമായി ഭഗവാനെ ഉപാസിക്കുക, സമാജത്തിൽ അതീവ സമർത്ഥരായി ജീവിക്കുക. ആരെയും പറ്റിക്കണം എന്നല്ല, സാമർഥ്യം വേണം. സാമർഥ്യമില്ലെങ്കിൽ കലിയുഗത്തിൽ പൊട്ടനാക്കപ്പെടും. വ്യക്തിപരമായി ഭഗവാനെ ഉപാസിക്കാം, പ്രാർത്ഥിക്കാം, ഒക്കെ ചെയ്യാം. ഇതുപോലെയുള്ള ഈശ്വര സ്മരണ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ പോയി പങ്കുചേരാം. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നമ്മളെല്ലാവരും കലിയുഗത്തിൽ ഒറ്റയ്ക്കാണ്. കൂട്ടുകൂട്ടായിട്ട് ആരുമില്ല. പാണ്ഡവർക്ക് 5 പേരും കൃഷ്ണനുണ്ടായിരുന്നു. എത്ര ഒറ്റപ്പെട്ടാലും 5 പേരുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ധർമ്മത്തിന് വേണ്ടി നിന്നാൽ ഒറ്റയ്ക്ക് കാട്ടിൽ പോകേണ്ടി വരും. കൃഷ്ണൻ പോലും വന്നോളന്നില്ല. കാരണം കലിയുഗം അങ്ങനെയാണ്. ഞാൻ ആലോചിക്കാറുണ്ട്, ഭീഷ്മർ എന്തിനാണ് ശരശയിൽ കിടന്നത്? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ കലിയുഗത്തിൽ ജനിച്ചാൽ മതിയായിരുന്നു. ഇതുപോലെ പെണ്ണിനെ വലിച്ചഴിക്കുമ്പോൾ നോക്കി നിന്നാൽ അതിവിടെ തെറ്റല്ല. ആ നോക്കി നിന്നു എന്നത് തെറ്റാണ്. ആ ദ്വാപരയുഗത്തിന്റെ ഒടുവിൽ പോലും ഇന്ന് എത്ര പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യാൻ ശ്രമിച്ചേ ഉള്ളൂ. ആ ഡൽഹിയിലെ കേസ് എന്താണ്? ആ പെൺകുട്ടിയുടെ യോനിക്കകത്തേക്ക് കുപ്പിയും കുന്തവും കല്ലും കുത്തിക്കയറ്റുകയാണ് ചെയ്തത്. വലിയ കുപ്പി കുത്തിക്കയറ്റിയിട്ടാണ് ആ കുട്ടി ചത്തുപോയത്. ആന്തരിക അവയവങ്ങൾ മുഴുവൻ മുറിഞ്ഞു കീറിയിട്ടാണ്. മഹാഭാരതം എഴുതിയ വ്യാസാചാര്യർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത, ലോകം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരൻ വ്യാസനാണ്. ആ വ്യാസാചാര്യർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്ര ക്രൂരതയാണ് ഞാൻ നേരിട്ട് ചെയ്തിരിക്കുന്നത്. ദുര്യോധനനോ അല്ലെങ്കിൽ അവനൊന്നും അങ്ങനെ ചിന്തിക്കാം. ദുര്യോധനൊക്കെ ഒരു പാവപ്പെട്ടവനാണ്. ഇത് കാണുമ്പോൾ അവനൊരു പാവമാണെന്ന് തോന്നും. അവനൊരു പത്മശ്രീ കൊടുത്താൽ തിരക്കിടില്ല. അത്രയൊന്നും ചെയ്തില്ല. അപ്പൊ ഓരോ ദിവസവും വരുന്ന അധർമ്മങ്ങൾ, ഒരു ചെറിയ അധികാരം കിട്ടുമ്പോഴേക്ക് എങ്ങനെയൊക്കെ മറ്റുള്ളവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു ചിന്തിച്ചു നോക്കും. ചെറിയൊരു അധികാരം കിട്ടുമ്പോഴേക്കും നമ്മുടെ പ്രധാനമന്ത്രിയുടെ മൈക്ക് വീണ് പോയപ്പോൾ അയാൾ സമാധാനത്തോടെ എടുത്ത് വെക്കുകയും മൈക്ക് ഓപ്പറേറ്ററോട് ആ സഹായത്തിന് നന്ദി പറയുകയും ചെയ്തു. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മൈക്ക് കേടായപ്പോൾ ആ ഇരിക്കുന്നവൻ്റെ തന്തയുടെ വിളിച്ചു, നമ്മൾ വലിച്ചു കളയുകയും ചെയ്തു വിളിച്ചു. ഞാനീ പറയാൻ കാരണം, ഈ മനസ്സ് കേരളം പ്രത്യേകിച്ച് മനസ്സ് വളരെ കലുഷിതമാണ്. അപ്പൊ ഈ കലുഷിതമായ മനസ്സിനെ അടക്കാനുള്ള വഴിയാണ് ഇമം പ്രാപ്യ ഭജസ്വമാന്ന് പറഞ്ഞാൽ നന്നായി ഭജിക്കണം. ഭജിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഭജ് സേവ എന്ന ഭജ് ശബ്ദത്തിനർത്ഥം സേവ എന്നർത്ഥം. ഇപ്പോൾ സേവാഭാരതിയുണ്ട്. എന്താ അവർ ചെയ്യുന്നത്? ആംബുലൻസുകൾ, അല്ലെങ്കിൽ ഒരാൾ മരണം നടന്നാൽ അവരെ ദഹിപ്പിക്കാനുള്ള ജോലികൾ, ഒരു ദുഃഖം വന്നാൽ അത് പങ്കുചേർന്നവരെ സഹായിക്കൽ, പ്രളയം വരുമ്പം ആളുകളെ രക്ഷിക്കുക, ഇങ്ങനെയുള്ള സേവ ചെയ്താൽ കലികാലത്ത് വലിയ ഫലമാണ്. അപ്പോൾ യജ്ഞങ്ങളൊക്കെ നല്ലത് തന്നെ, ഇതോടൊപ്പം തന്നെ സേവയും ചെയ്യണം. ഒരു ക്ഷേത്രത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് നല്ല കാര്യമാണ്. ഇപ്പോൾ ചുറ്റമ്പലം ഉണ്ടാകുന്നോ കൊടിമരം ഉണ്ടാകുന്നോ ഒക്കെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിന് ചുറ്റുപാടുമുള്ള വീടുകളിൽ ജാതി നോക്കാതെ, അവൻ പറയനോ പുലയനോ നായരോ നമ്പൂതിരി ആരും ആയിക്കോട്ടെ, ജാതി നോക്കാതെ ഒരൊറ്റ ഹിന്ദു കുട്ടി പോലും പട്ടിണി കിടക്കരുത്. ഒരു കുട്ടിക്ക് പോലും പഠിക്കാൻ പഠനോപകരണങ്ങൾ ഇല്ലാതാവരുത്. ഒരു കുട്ടിക്ക് പോലും വിദ്യാഭ്യാസ ചെലവ് താങ്ങാൻ പറ്റാതെ ആവരുത്. ഒരു വീട്ടിൽ പോലും കല്യാണം നടക്കാത്ത രീതിയിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവരുത്. ജോലിയില്ലാത്ത ഒറ്റ വീടുകൾ ഉണ്ടാവരുത്. ഗുരുതരമായ അസുഖം കൊണ്ട് വിഷമിക്കുന്ന രോഗികൾക്ക് ചികിത്സ കിട്ടാതെ അലയരുത്. ഇതൊക്കെ നമ്മുടെ സമാജത്തിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ കലികാലത്ത് ജീവിക്കാൻ ഒറ്റ വഴിയുള്ളൂ, സേവ. സേവയേക്കാൾ വലിയ ധർമ്മം കലികാലത്തില്ല. ഞാനൊക്കെ അതാണ് പഠിച്ചതും അതിലൂടെയാണ് ജീവിച്ചു പോകുന്നത്.
സേവ ചെയ്യാതെ ഒരിക്കലും നമുക്ക് എത്ര പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മന്ത്രം ഉരുവിട്ടാലും സേവ ചെയ്യാതെ മനസ്സിന്റെ അഹന്ത നീങ്ങുകയില്ല. അഹന്ത നീങ്ങാതെ ഭഗവാൻ പ്രസാദിക്കുകയില്ല. സേവ ചെയ്യണം. തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ 63 നായന്മാർ എന്ന് പറയും. നായനാന്മാർ എന്നും പറയും, നായന്മാരെന്ന് പറയും. അവർ ശിവഭക്തരായിരുന്നു, സിദ്ധന്മാരായിരുന്നു. തിരുஞான സംബന്ധർ, സുന്ദരമൂർത്തി നായനാർ, അപ്പർ സ്വാമികൾ എന്ന് പറഞ്ഞാൽ തിരുനാവുക്കരശ് എന്ന് പറയും, മഹാനായ ശൈവ നായനാർ. ഇവരെല്ലാം നായനാർമാരെല്ലാം ശൈവന്മാരാണ്. ഈ നായനാർ അമ്പലത്തിൽ പോകുന്ന, ഈ അപ്പർ സ്വാമികൾ അമ്പലത്തിൽ പോകുന്ന എങ്ങനെയെന്ന് വെച്ചാൽ കയ്യിലൊരു ചൂലും കൊണ്ടാണ് എപ്പോഴും പോകുന്നത്. എന്താ ചൂലും കൊണ്ട് പോകാൻ കാരണം? ഏത് അമ്പലത്തിൽ പോലും അമ്പലം അടിച്ചു വാരി ഒരു പൊടി പോലും കാണാതെ വൃത്തിയാക്കി അടിച്ചു തെളിച്ചിട്ട് കുളിച്ച ശേഷം തൊഴാൻ പോകും. നമ്മൾ എത്ര പേരെ അങ്ങനെ ചെയ്യും? നമ്മൾ തൊഴുന്ന ക്ഷേത്രത്തിൽ ഒരു അഴുക്ക് കടക്കാൻ പാടില്ല, വൃത്തിയാക്കണം എന്നുള്ള ബോധം, അതാണ് ഏറ്റവും വലിയ ഈശ്വരൻ ഇഷ്ടപ്പെട്ട കാര്യം. ഹനുമാന്റെ ഭക്തി, ഗോപികമാരുടെ ഭക്തിയേക്കാൾ ഹനുമാന്റെ ഭക്തിക്കാണ് കൂടുതൽ കലികാലത്ത് സാങ്കത്യമുള്ളതും ഫലമുള്ളതും. ഹനുമാന്റെ ഭക്തിക്ക് തനിക്ക് ഇന്നത് വേണമെന്നുള്ളതല്ല, എന്താണ് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക. ഞാൻ പല സംഘ സ്വയം സേവകരായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എന്ത് സേവ വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം മനസ്സും മറന്നുകൊണ്ട് എത്രയോ ചെറുപ്പക്കാരെ പലയിടത്തും കാണാറുണ്ട്. ഞാൻ ആലോചിക്കാറുണ്ട്, ഹനുമാന്റെ ഒരു അനുഗ്രഹമാണ്. എന്താണ്? ഹനുമാന്റെ അമ്മായിയൊന്നുമല്ല സീതാദേവി, ആരുമല്ല, അറിയില്ല. ഒരു മനുഷ്യന്റെ ഭാര്യയെ അന്യായമായി ഒരു ദുഷ്ടം തട്ടിക്കൊണ്ടുപോയി, എങ്കിൽ അത് തെറ്റാണ്, അവനെ അടിക്കണം, ആ പെണ്ണിനെ തിരിച്ചു കൊണ്ടുവരണം. വളരെ സിമ്പിളാണ്. രാമായണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ ദൈവിക കഥയായിട്ട് കാണണ്ട. ഒരു മനുഷ്യൻ ആരും ആയിക്കോട്ടെ, അയാളുടെ ഭാര്യയെ മറ്റൊരാൾ തട്ടിക്കൊണ്ടുപോയി. അയാൾ അതുകൊണ്ട് അതീവ ദുഃഖിതനാണ്. അയാൾ രാജ്യം വിട്ടു വന്നയാളാണ്, കാട്ടിൽ വന്നയാളാണ്. അപ്പൊ അങ്ങനെ ഒരാളെ ഒരിക്കലും ആ ദുഃഖത്തിന് ഇടവരുത്തരുത്. അപ്പൊ ഹനുമാന്റെ ധർമ്മം എന്താണ്? തനിക്ക് അന്ന് ഫോട്ടോഗ്രാഫി ഇല്ല, വാട്സപ്പ് ഇല്ല, ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറയാൻ ആരും അറിയുകയുള്ളൂ, അടയാളം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഏറ്റവും അന്ന് ലോകത്തെ ത്രിലോകങ്ങളിലും ഏറ്റവും ശക്തനായ ഭരണാധികാരിയുടെ ഇരട്ടച്ചങ്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും രാവണനാണ്. അന്ന് ത്രിലോകങ്ങളിൽ വെച്ച് ഏറ്റവും പ്രബലനായ ഒരു രാജാവിനെയാണ് പോയിട്ട് കൊരങ്ങന്മാര് വെല്ലുവിളിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവരുടെ ശക്തി സേവയാണ് ശക്തി. രാമന്റെ കാര്യത്തിന് വേണ്ടി, രാമൻ ആരാണ്? ഇവരുടെ ബന്ധുവൊന്നുമല്ല. രാമകാര്യം എന്ന് പറയുന്നത് ശ്രേഷ്ഠ കാര്യമാണ്, അവർക്ക് താനേ ബോധ്യപ്പെടുകയാണ്. അപ്പൊ രാമകാര്യത്തിന് വേണ്ടി എത്ര വാനരന്മാർ ജീവൻ കൊടുത്തു എന്നാ വിചാരിക്കുന്നത്? ലക്ഷോപലക്ഷം വാനരന്മാർ ചോര ഒലിപ്പിച്ച് കിടക്കുകയാണ് ചെയ്തത്. സകല ജീവജാലങ്ങളും രാമന് വേണ്ടി, പ്രകൃതി ഒന്നടങ്കം പുറപ്പെട്ടു. രാമന് പോലും മുറിവേറ്റു, ഹനുമാന് മുറിവേറ്റു, സകല ജീവജാലങ്ങൾക്ക് മുറിവേറ്റു. എന്നിട്ടും പിന്മാറില്ല. കാരണം ഞങ്ങൾക്ക് ആംസ് ആൻഡ് ആമ്യുനിഷൻ, അതായത് ഈ ആയുധങ്ങൾ കുറവാണെങ്കിലും ധർമ്മബോധം, ഒരു പെണ്ണിനെ പോലും തട്ടിക്കൊണ്ടുപോകാൻ പാടില്ല എന്ന ബോധം, അന്യന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോരുന്ന ബോധം, അത് പ്രബലമായിരുന്നു. ആ പ്രബലമായ ധർമ്മബോധത്തിൽ നിന്നാണ് ഒരു ഹനുമാൻ ഉണ്ടാവുന്നത്. എന്തുകൊണ്ട് ഗോപികമാരെക്കാൾ കേമനാണ് ഹനുമാൻ എന്ന് പറയാൻ കാരണം? ഗോപികമാർക്ക് ശരീരബോധം ഉണ്ടായിരുന്നു. കൃഷ്ണനെ എന്റേതാക്കണം എന്ന ആ സ്വാർത്ഥത ഉണ്ടായിരുന്നു. എന്റെ കൃഷ്ണൻ ആ സ്വാർത്ഥതയാണ്. ഹനുമാൻ അങ്ങനൊന്നുമില്ല. എന്റെ സ്വാമി ഒരു കാരണവശാലും ദുഃഖിക്കാൻ പാടില്ല, വേദന ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ലോകത്തെ ആദ്യത്തെ സ്വയം സേവകൻ അല്ലെങ്കിൽ വോളണ്ടിയർ ഹനുമാനാണ്. സ്വയം സേവകൻ എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും കമ്മിറ്റി കൂടി പറഞ്ഞയക്കുന്നതല്ല. ഒരു വിഷയം വരുമ്പോൾ സ്വയം തന്നെ വോളണ്ടിയർ ചെയ്തിട്ട് ആ പ്രശ്ന പരിഹാരാർത്ഥം മുന്നോട്ട് പോകുന്നവനാണ്. അതിന് 3 കാര്യങ്ങൾ വേണം. ഒന്ന് ശ്രുതം എന്ന് പറയും, അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ വൈദികമായ ധർമ്മബോധം ഉണ്ടാവണം. അതായത് എന്ത് എപ്പോൾ എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യരുത് എന്നൊരു വകതിരിവ്, വിവേകം വേണം. 2 തളരാതെ സേവ ചെയ്യാനുള്ള കായിക ശക്തി വേണം, നല്ല കായിക ശക്തി വേണം. 3 അച്ചടക്കം വേണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹനുമാനെ പോലെ ജീവിക്കാൻ സാധിക്കൂ. ഒന്ന് വകതിരിവ്, വിവേകം, എന്ത് എപ്പോൾ ചെയ്യണം ചെയ്യരുത്. അത് വിവേകം എന്താണെന്ന് അറിയണമെങ്കിൽ സുന്ദരകാന്ഡം വായിക്കണം. സുന്ദരകാന്ഡത്തിൽ പോയിട്ട് രാത്രി ഇങ്ങേര് ആ ലങ്കാപുരിക്കകത്ത് കടന്നിട്ട് ഓരോരോ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കും നോക്കുക.
അയാളുടെ ഉള്ളിലിരിക്കുന്ന ശ്രുതം അല്ലെങ്കിൽ ആ ഒരു ബോധം, വിവേക ബുദ്ധി ശരിക്കും ഒരു ഘട്ടത്തിൽ രാവണൻ ഇങ്ങനെ കടന്നുറങ്ങുന്നുണ്ട്. കുറെ സ്ത്രീകളടുത്ത് അവരിങ്ങനെ ഭോഗ ലാലസരെ കിടക്കുകയാണ്. അല്ല, ഒരു സ്ത്രീ അതിസുന്ദരിയാണ്. ഏതാണ്ട് സീതയെക്കുറിച്ച് പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഇണങ്ങിയിരിക്കുന്ന ഒരു സ്ത്രീ കടന്നുറങ്ങുന്നു. നല്ല പട്ടുമെത്തയില് അഴിച്ച മുടിയുമായി സുഖശാന്തമായിട്ട് ഒരാൾ ഉറങ്ങുന്നു, ഒരു സ്ത്രീ ഉറങ്ങുന്നു, ഒരു പെൺകുട്ടി. പക്ഷേ അവളുടെ കൈകളിൽ നിറച്ച ആഭരണം, കഴുത്തിൽ നിറച്ച സ്വർണ്ണമാലകൾ, മുത്തുമാലകളൊക്കെ ഉണ്ട്. നല്ല അതിസുന്ദരിയാണ്. ഒന്നാം തരം പട്ടുവസ്ത്രം അണിഞ്ഞിരിക്കുന്നു. അപ്പൊ കണ്ടപ്പോ പെട്ടെന്ന് ഇത് തന്നെയല്ലേ സീതാദേവി എന്ന് ഹനുമാന് തോന്നുകയാണ്. കുറെ തെരഞ്ഞു, കണ്ടില്ല എന്ന് വരുമ്പോഴാണോ ഈ സ്ത്രീയെ കാണുന്നത്. ഉടനെ എന്നാ വിളിച്ചാലോ എന്ന് തോന്നി. അടുത്ത നിമിഷം ശ്രുതം ഉള്ളിൽ ഉണർന്നു. എന്താണ്? ഇതൊരിക്കലും സീതയാവില്ല. എന്താ കാര്യം? രാമനെ പിരിഞ്ഞ സീത ഒരിക്കലും സുഖമായി ഉറങ്ങുകയില്ല. നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷക്കാരൻ്റെ കൂടെ ഒളിച്ചോടലൊക്കെ നന്നായി ഉറങ്ങും. ഒളിച്ചോട്ടമാണ്. സീത അങ്ങനെയല്ല, ഭർത്താവിനെ കാത്തിരിക്കുന്നവളാണ്. പതിയോടുള്ള ധർമ്മമാണ് ഏറ്റവും വലിയ ധർമ്മം ചിന്തിക്കുന്നവളാണ്. സീത എന്തായാലും ഇതുപോലെ കിടന്ന് ഉറങ്ങില്ല, ഇതുപോലെ ആഭരണം ധരിക്കില്ല, ഇതുപോലെ പട്ടുവസ്ത്രം ധരിച്ച് സുഖമായി ഉറങ്ങുകയില്ല എന്ന ബോധമാണ്. ഒരു സെക്കൻഡിന് ശങ്കയാണ്, ഒരു നിമിഷം ശങ്ക വരികയാണ്. ഇത് സീതയാണോ? കാരണം പറഞ്ഞതുപോലെ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ, ദേവസ്ത്രീയെ പോലെ തന്നെ തിളങ്ങുന്ന ഒരു സ്ത്രീ. അപ്പൊ ഇത് സീത തന്നെ ആയിരിക്കുന്നു തോന്നി. വിളിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ചിന്ത വന്നു, അല്ല, ഒരിക്കലും ഇത് സീതയാവില്ല. ആരായിരുന്നു ആ സ്ത്രീ? മണ്ഡോദരിയാണ്. ഞാൻ കിടന്നുറങ്ങുന്നത്. ഇതൊക്കെ സുന്ദരകാന്ഡം വായിച്ചാൽ സുന്ദരമായിട്ട് മനസ്സിലാവും. നമ്മുടെ രാമായണമോ മഹാഭാരതമോ ഗീതാശാസ്ത്രമോ ഇനി ഭാഗവതമോ ഒക്കെ വായിച്ചാൽ എന്താണ് ഏക ഗുണം? കലികാലത്താണ് ജീവിക്കുന്നത്. ഇതിന്റെ ബാഹ്യവും ആന്തരികവുമായ ഉഷ്ണം നമ്മളെ വല്ലാതെ ബാധിക്കാതിരിക്കും. ഐ എം നോട്ട് ടെല്ലിങ് യു ദാറ്റ് ഇറ്റ് വിൽ ഗിവ് യു 100% റിസൾട്ട്. ഒരു 70% നമ്മുടെ മനസ്സിനൊരു കോട്ടിങ്, ഒരു ഇൻസുലേഷൻ കിട്ടും. എന്താണ്? ഭഗവാൻ തുണയ്ക്കുണ്ട്. മരണസമയത്ത് ശാന്തമായിട്ട് ഈ ശരീരത്തെ വിടാൻ ഉള്ള ഒരു വിവേക ബുദ്ധി ഉണ്ടാവും. അതിനപ്പുറത്ത് ഒന്നും പ്രതീക്ഷിക്കണ്ട. വൈകുണ്ഠത്തിൽ പോകുമെന്നോ അവിടെ കന്നുകാലികളോട് ഓടിക്കളിക്കുമെന്നോ ഒന്നും വിചാരിക്കണ്ട. മരണസമയത്ത് ആശങ്കയില്ലാതെ, ഭയമില്ലാതെ, ഭയചകിതരാവാതെ മരിക്കാൻ സാധിക്കും. ഈ പരീക്ഷത്തിനുണ്ടായത് എന്താണ്? പരീക്ഷിത്ത് മരിക്കുമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ മരിച്ചു, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു. ഭാഗവതം കേട്ടോണ്ടൊന്നും മരണം ഇല്ലാണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷെ മരണ ഭയമില്ലാതായി. മരിക്കുമെന്ന ആ ഭയം, ആങ്സൈറ്റി, അതൊക്കെ ഇല്ലാതായി. അതാണ് ഈ ഭാഗവതം കേട്ടാലും ഉള്ള ഗുണം. ആരും തന്നെ ഇതുകൊണ്ട് ധനികരാവാമെന്നോ ഇതുകൊണ്ട് നിങ്ങൾക്ക് മറ്റേ എന്തെങ്കിലും ലാഭം ഉണ്ടാവുമെന്നോ ചിന്തിച്ചാൽ, ഞാൻ പറയുന്ന കുറച്ച് ഡാർക്കാണെങ്കിലും നടന്നുകൊള്ളണമെന്നൊന്നുമില്ല. കൃഷ്ണന്റെ കയ്യിൽ ചീട്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ കൊടുത്തു വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഒരു സന്താനം ഉണ്ടാവണം, അതിനു വേണ്ടിയുള്ള നല്ല കർമ്മം പൂർവ്വകാലത്ത് പൂർവ്വജന്മത്തിൽ ചെയ്തിരിക്കണം. കൊടുത്തു വെച്ചവന് തന്നെ കിട്ടുള്ളൂ. അല്ലാത്തവരൊന്നും കൃഷ്ണനൊന്നും കൊടുക്കാൻ പോകുന്നില്ല. കൃഷ്ണന്റെ ബാങ്കില് ലോൺ കൊടുക്കാറില്ല, മുമ്പെടുത്ത ലോണിന്റെ അടവ് പിരിക്കാറേ ഉള്ളൂ. ഇവിടുന്ന് നിങ്ങൾക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊരു സാധനം തരില്ല. അത് വേണമെങ്കിൽ ലളിതാദാസാമോ ജപിക്കണം, അല്ലെങ്കിൽ പരമശിവനെ വിളിക്കണം, പഞ്ചാക്ഷരി ജപിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ടാണ് രാവണനൊക്കെ എത്ര സുന്ദരമായിട്ട് ഭരിച്ചത്. ശിവഭക്തനാണ്. രാമൻ പോലും ഈ യുദ്ധം ശിവാനുഗ്രഹമില്ലാതെ ജയിക്കില്ലായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ലോകത്തെ ജയം നിശ്ചയമായിട്ടും ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് പണ്ട് കാലത്ത് നമ്മുടെ പൂർവികർ ഒരു സൂത്രപ്പണി കണ്ടുപിടിച്ചു. സന്ധ്യാസമയമായി കഴിഞ്ഞാൽ മുത്തശ്ശി നല്ല വൃത്തിയുള്ള തിരി തീർത്ത് വിളക്ക് തെളിക്കും. ഒരു തിരി പടിഞ്ഞാട്ട്, ഒരു തിരി കിഴക്കോട്ട് വിട്ടിട്ട് ഒരു വിളക്ക് കത്തി. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ആദ്യം രാമ 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 പാഹിമ എന്നുള്ള പാടും. കുറേ നേരം രാമനാമം ജപിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പഞ്ചാക്ഷരി ജപിക്കും മൗനമായിട്ട്. ഓം നമ ശിവായ നമ ശിവായ നമ ശിവായ ജപിക്കും. ഈ രണ്ട് മന്ത്രങ്ങളും എന്തിനാണ് ഉപാസിക്കുന്നത്? രാമമന്ത്രം കൊണ്ട് പ്രാണൻ ബലപ്പെടുകയും ശരീരത്തിന് ഉന്മേഷം വരികയും രോഗാദി ദുരിതങ്ങൾ രക്ഷപ്പെട്ടുകയും ചെയ്യും. പഞ്ചാക്ഷരി ജപം കൊണ്ട് ധനലാഭം ഉണ്ടാവും, കുടുംബത്തിൽ ഐക്യം ഉണ്ടാവും, കുടുംബം മംഗളകരമാവും, മരണകാലത്ത് അന്ത്യകാലത്ത് ശാന്തമായി മരിക്കുകയും ചെയ്യും. രണ്ട് കാര്യം കണ്ടിട്ടാണ് പൂർവികർ ഇപ്പോഴും കാശിയിലേക്ക് ശവം ദഹിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ രാമനാമം സത്യഹേ എന്ന് പറയും. രാമനാമം സത്യമാണെന്ന് പറയും. രാമ ജപിച്ച് മരിച്ചാൽ അവന് പുനർജന്മം ഉണ്ടാവില്ല എന്നൊരു വിശ്വാസം ഉണ്ട്. അത് സത്യവുമാണ്.
ഒരാൾ മരിക്കാൻ കിടക്കും, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഏകദേശം പരിപാടി തീരാനായെന്ന് കണ്ടാൽ കിടന്ന് നിലവിളിക്കാതെ ആരെങ്കിലും വലത്തെ ചെവിയിൽ രാമനാമം ചൊല്ലിക്കൊടുക്കണം. രാമ 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 ചൊല്ലിക്കൊടുക്കണം. ജീവിതകാലത്ത് ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മായിയമ്മ, സുഹൃത്തിൻ്റെ സ്ത്രീയാണ്, അവരുടെ ഭർത്താവിൻ്റെ അമ്മ, അതീവ ഗുരുതരമായ രോഗം പിടിച്ച് കുറെ കാലം കടന്ന സ്ത്രീയാണ്, അത്ര പുണ്യം ചെയ്തിട്ടുള്ള സ്ത്രീയാണ്. മരുമകൾക്ക് സ്വൈര്യം കൊടുത്തിട്ടില്ല, മരുമകളെ ഒന്നും ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ 5 കൊല്ലം കിടന്ന് പൊഴുത്താണ് തീരാനായത്. അപ്പോൾ ആ കിടന്ന കിടപ്പില് എന്നോട് പറഞ്ഞു, എന്താണ് ഞാൻ ഈ സ്ത്രീക്ക്, അവർ വളരെ ഡിസ്റ്റർബ്ഡ് ആണ്, എന്താണ് ഈ സ്ത്രീക്ക് വേണ്ടി ഞാൻ ഇനി ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇതൊക്കെ ഇനിയും കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് ഭൂമിയിലോട്ട് വന്നാൽ അതിലും വലിയ ഭാരയാണ്. ഇത് വല്ല മുഖ്യമന്ത്രിയോ MLA യോ മേയറൊക്കെ ആയാല് നിങ്ങളൊരു കാര്യം ചെയ്യും, ഇനി ഇങ്ങോട്ട് തിരിച്ചു വിടണ്ട, നേരെ തട്ടിക്കോ ഇങ്ങോട്ട്, മോക്ഷം കിട്ടി പോയിക്കോട്ടെ. മോക്ഷം എളുപ്പമല്ലെങ്കിലും ദുഷ്ടന്മാർക്ക് മോക്ഷം കൊടുക്കണം എന്ന പക്ഷക്കാരാണ് ഞാൻ. കൊടുത്തില്ലെങ്കിൽ അവൻ തിരിച്ചു വന്ന് മുഖ്യമന്ത്രിയോ MLA യോ മേയർ ഊട്ടിയൊക്കെ ആയാൽ പാവപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെടും. ഇവനൊന്നും വരാതിരിക്കാൻ ദുര്യോധന മോക്ഷം കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അർജുനന്മാരാണ് തിരിച്ചു വരുന്നത്. ധർമ്മസങ്കടമുള്ളവനെ തിരിച്ചു വരൂ, അധർമ്മിക്ക് ഒരു ശങ്കയില്ലാത്തവണ്ണം തിരിച്ചു വരില്ല, വരാത്തതാണ് നല്ലതും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ സ്ത്രീയോട് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, രാമരാമ ജപിക്കുക. അയ്യോ സാറേ എനിക്ക് രാമരാമ എന്ന് അവരെ ജപി അവർ പച്ച തെറി വിളിച്ച് പറയും. എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, യൂട്യൂബില് ഈ ശ്രീരാം ജയ് രാം ജയ് ജയ് രാം എന്നുള്ള പാട്ട് സ്ഥിരമായിട്ട് 1 മണിക്കൂറിന്റെ 2 മണിക്കൂറിന്റെ ഒക്കെ യൂട്യൂബ് കിട്ടും. ഞാൻ പറഞ്ഞു, നിങ്ങൾ രാവിലെ അത് ചെറിയൊരു ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങിയാലും കൊണ്ടിട്ട് രാവിലെ മുതൽ ഇവരിടാൻ തുടങ്ങി 12:30 1 മണിയായപ്പം പോയി. രാമരാമ 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 എന്ന് കേട്ടല്ലോ, തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ്. രാമനാമം കേട്ടവൻ പ്രേതമായി തീരില്ലെന്നാണ്. അതായത് രാമനാമം കേട്ടവൻ ഒരു പ്രേതാത്മാവായിട്ട് തിരിച്ചു വരില്ല എന്നാണ്, സാധ്യതയില്ല. ഈ പ്രേതാത്മാവിനെ കണ്ടോ, അവൻ ജന്മകാലത്ത് രാമനാമം ജപിക്കാതെ മരിച്ചാണെന്ന് ഉറപ്പിച്ചോളാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണം ചോയ്സ് നിങ്ങളുടേതാണ്. എല്ലാവരോടും പറയാണ്, സന്ധ്യാകാലത്ത് രാമനാമവും ശിവനാമവും ജപിക്കണം. അങ്ങനെ ജപിച്ചാൽ ശിവനാമം കൊണ്ട് നിങ്ങൾക്ക് ഭൗതിക സ്വത്തും സമ്പത്തും ഒക്കെ വരികയും ചെയ്യും, കലഹമില്ലാതെ ജീവിക്കാനും പറ്റും. രാമനാമം കൊണ്ട് ശരീരത്തിൽ ഉള്ള കാലം ഉന്മേഷം ഉണ്ടാവും, അവസാന കാലത്ത് മോക്ഷഗതിയും ഉണ്ടാവും. ആരും ഇവിടെ 100 വർഷത്തിന് മേലെ ജീവിച്ചിരിക്കാൻ പോകുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും വ്യാമോഹം ഉണ്ടെങ്കിൽ അത് വിഡ്ഢിത്തരമാണ്. മരണം എല്ലാവർക്കും ഉണ്ട്. ഭാഗവതം കേട്ടു, ഞാൻ എല്ലാ ദിവസവും സത്രത്തിൽ പങ്കെടുത്തു. ലോട്ടറി ഒന്നും അടിക്കില്ല, വല്ല കള്ളനും വീട്ടിൽ കയറും, ഉള്ളതും കൊണ്ട് പോകും. അങ്ങനെ ഏതെങ്കിലും ആചാര്യൻ വാക്കുന്നുണ്ടെങ്കിൽ അത് വിഡ്ഢിത്തരമാണ്. ഈ ഭാഗവതം കേട്ടിട്ടുള്ള പരീക്ഷത്ത് മരണം മുന്നിൽ കണ്ട് ഭയന്ന് വിറച്ചിരുന്ന ആൾ ഓരോ ദിവസവും ഭാഗവത ശ്രവണത്തിലൂടെ അവന്റെ ഭയം നീങ്ങുകയും ശ്രദ്ധ പരമാത്മാവിൽ ഉറക്കുകയും ചെയ്തു. അവൻ അത് മാത്രമാണ് ലാഭം, ആത്മലാഭം മാത്രമാണ് ലാഭം, വേറൊരു ലാഭവും കിട്ടാൻ പോകുന്നില്ല എന്ന് ഉറപ്പിച്ചിട്ട് വേണം ഇത് കേൾക്കാൻ വരാൻ. ഉപ്പുമാവും പഴമൊക്കെ കിട്ടും, അതൊക്കെ പിറ്റേ ദിവസം രാവിലെ പോവുകയും ചെയ്യും. ഉപ്പുമാവ് പഴം ചോറ് കറിയൊക്കെ കിട്ടും, അതൊന്നും ഒരു ശാശ്വതാവസ്ഥയുള്ള സാധനമൊന്നുമല്ല. ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ ഒന്നുമില്ല, നാമം മാത്രമേ ഉള്ളൂ. നാമം ഉറച്ച് ജപിക്കുക, ഭക്തിയോടെ ജപിക്കുക, നിങ്ങൾ സ്വയം നന്നാവുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മരണസമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഓർമ്മ വന്നേക്കാം. ഈ ഹനുമാൻ ചാലീസ എന്നൊരു ഇതുണ്ട്, അറിയാലോ. ഹനുമാൻ ചാലീസ എന്ന് പറഞ്ഞൊരു 42 ദോഹയുള്ള ഒരു വിശിഷ്ടമായ ഗ്രന്ഥമുണ്ട്. ഈ ഹനുമാൻ ചാലീസ എൻ്റെ ഒരു സുഹൃത്ത് സംഘത്തിൻ്റെ ഒരു പ്രവർത്തകനാണ്. അയാൾ വളരെ കാര്യമായിട്ട് സേവ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാളുടെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളും ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ അടിക്കാനൊക്കെ പോയിട്ട് അടി കിട്ടിയതും കൊടുത്തുമൊക്കെ ആയിട്ട് കേസും വഴക്കൊക്കെ ഉണ്ട്. ഞാൻ അയാളോട് പറഞ്ഞു, ശനിയാഴ്ച തോറും രാവിലെ കുളി കഴിഞ്ഞ് 11 തവണ ഹനുമാൻ ചാലീസ ചൊല്ലണം. 11 തവണ അയാൾ മുടങ്ങാതെ ചെയ്തു. ഈ ദിവസം വരെ അയാളെ ഹനുമാൻ എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില സാധനകൾക്ക്, ശക്തമായ ചില സാധനകൾക്ക് ഗുണമുണ്ട്. പിന്നെ ഞങ്ങളെ കോഴിക്കോട്, അതോട് പറഞ്ഞു നിർത്താം, കോഴിക്കോട് ജില്ലയിൽ വലിയങ്ങാടി എന്നൊരു സ്ഥലമുണ്ട്. വലിയങ്ങാടി അത് ഏറ്റവും വലിയ മാർക്കറ്റാണ്.
ആ വലിയങ്ങാടിയിൽ ഒരു വെള്ളിയാഴ്ച ദിവസം ആട് വരും, ആട്, മുട്ടനാട്. ആ മുട്ടനാടിന്റെ പുറത്ത് ഇങ്ങനെ പച്ച സിൽക്കിന്റെ ഒരു വലിയ 2 സഞ്ചി തൂക്കും. മമ്പറം തങ്ങളുടെ പള്ളിയിലേക്കുള്ള നേർച്ചയാണ്. അപ്പൊ മമ്പറം പള്ളിയിലെ ആടിനെ ഒരു സ്ഥലത്ത് മൊയിലാരെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് മൊയിലാർ അപ്പുറത്ത് പോയി കാത്ത്. അപ്പൊ ഈ ആടെന്ത് ചെയ്യും? വലിയങ്ങാടിയിൽ ഓരോ കടയുടെ മുമ്പ് പോയിട്ട് ബേ ബേ എന്ന് പറയുമ്പോൾ ഓരോ കടക്കാരും ഒരു പിടി അരിയോ പൈസയോ ഒക്കെ ആടിന്റെ പുറത്തിട്ട സഞ്ചിയിലിട്ട് കൊടുക്കും, മമ്പറത്തേക്കുള്ള നേർച്ചയായിട്ട്. അങ്ങനെ എല്ലാ കടയുടെ മുമ്പ് പോയിട്ടും അരി വാങ്ങും, പൈസ വാങ്ങും ആട്. അവസാനം ഈ ആട് തങ്ങളുടെ കയ്യിലെത്തും. തങ്ങൾ ഇതിനെയും കൊണ്ടുപോയിട്ട് ആ സഞ്ചി നന്നായിട്ട് പുറത്തേക്ക് എടുത്തിട്ട് അതിലെ പൈസയൊക്കെ എടുത്തിട്ട് ആടിനെ എന്ത് ചെയ്യും? കൊല്ലും. എന്നിട്ട് മട്ടൻ എന്തോ കറി ഉണ്ടാക്കി കൂട്ടും. ഇതുപോലെ ചില മനുഷ്യരുണ്ട്. ഒരു ഗുരുവിന്റെ അടുത്തുനിന്ന് ഒരു ക്രിയ പഠിക്കും, അടുത്ത ഗുരുവിനെ കാണുമ്പോൾ അയാൾ കുറച്ചുകൂടെ കൊള്ളാം, അപ്പൊ അയാളുടെ അടുത്ത് അടുത്ത സ്ഥാനം വാങ്ങും. ഇപ്പുറത്ത് വേറൊരു ദീക്ഷ. അങ്ങനെ മമ്പറത്തെ ആടിന്റെ മാതിരി ഇങ്ങനെ ഇവിടെ ഭാഗവതം നടക്കുന്നു, അവിടെ മഹാഭാരതം നടക്കുന്നു, അപ്പുറത്ത് അത് നടക്കുന്നു, ഇവിടെ ക്രിയായോഗം, അവിടെ സുദർശന ക്രിയ, ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ മമ്പറത്തെ ആടിന്റെ മാതിരി ദീക്ഷ വാങ്ങി 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 പോയിട്ട് ഇവന്റെ ഈ സഞ്ചി ഒരു പിടുത്തം പിടിക്കും. എന്നിട്ട് ഇവനെ അങ്ങ് കൊല്ലും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. പറഞ്ഞ ആൾക്ക് ഇഷ്ടപ്പെടില്ല. ആളുകൾക്ക് ഫാൻസിയാണ്. വിൻഡോ ഷോപ്പിംഗ് വരും. ഈ എയർപോർട്ടിൽ കാത്തു നിന്ന, എയർപോർട്ടിൽ പ്ലെയിൻ വരാൻ 2 മണിക്കൂർ എടുക്കും. അപ്പൊ എന്താ, ഓരോ കടകളുണ്ട് അവിടെ ഒരിടത്തുനിന്ന് ഒരു ഷഡ്ഡി വാങ്ങി, ഇപ്പുറത്തുനിന്നൊരു ഷർട്ട് വാങ്ങി, അപ്പുറത്ത് പോയിട്ടൊരു മുണ്ട് വാങ്ങി. ഇങ്ങനെയുള്ള ഒന്നല്ല ഗുരുപരമ്പര എന്ന് പറയും. ഗുരുപരമ്പര എന്ന് പറയുന്നത് 10,000-കണക്കിന് വർഷം പഴക്കമുള്ള പാരമ്പര്യമാണ്. അപ്പൊ ഒരു ഗുരുവിൽ നിന്ന് ഉറച്ചു നിന്ന് സാധന ചെയ്താൽ മാത്രമേ മുക്തി കിട്ടും. രമണ ഭഗവാന്റെ അടുത്ത്, രമണ മഹർഷിയുടെ അടുത്ത്, രമണ മഹർഷിയൊക്കെ അറിയോ എന്തോ, മഹാപുരുഷനാണ്, അവതാരമാണ്. രമണ മഹർഷിയുടെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ, മഹർഷി ഇരിക്കുന്നിടത്ത് മുമ്പിൽ ഇങ്ങനെ വന്ന് എല്ലാ ദിവസവും ഇരിക്കും. അവൻ എന്തോ ഒന്ന് പറയണമെന്നുണ്ട്, പക്ഷെ മഹർഷിയുടെ അടുത്ത് പറയാൻ പറ്റുന്നില്ല. 4 ദിവസം വന്ന് ഇങ്ങനെ ഇരുന്ന് 5-ാമത്തെ ദിവസം എങ്ങനെയോ ധൈര്യം സംഭരിച്ചിട്ട് മഹർഷിയുടെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, ഭഗവാനെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഞാൻ ഋഷികേശിൽ ശിവാനന്ദാശ്രമത്തിൽ പോയി. നല്ല കാര്യം. എന്നിട്ടോ ശിവാനന്ദ പരമഹംസരുടെ അടുത്ത് മന്ത്രം വാങ്ങി. എന്നിട്ട് എന്തായി? ശിവാനന്ദ പരമഹംസരുടെ അടുത്ത് മന്ത്രം കുറെ കാലം ജീവിച്ചു. അപ്പൊ എനിക്ക് തോന്നി കുറച്ചുകൂടി നല്ലത് സത്യസായി ബാബയുടെ അടുത്ത് പോകുന്നല്ലേ. അങ്ങനെ പുട്ടപ്പുറത്തേക്ക് പോയി, സത്യസായി ബാബയുടെ അടുത്തേക്ക് പോയി. അപ്പൊ ഭഗവാൻ പിന്നെയും ചോദിച്ചു, അപ്പൊ എന്തായി? എന്നിട്ട് എന്തായി? സത്യസായി ബാബയും അത്ര ശരിയല്ല. അവിടുത്തെ മന്ത്രം വാങ്ങി. ഇത് പറഞ്ഞോടുകൂടി എൻ്റെ അറിവിൽ, രമണ മഹർഷിയുടെ സാഹിത്യം വായിച്ചാൽ എൻ്റെ അറിവിൽ ഒരേ ഒരു തവണയാണ് ഇതുപോലെ രമണ മഹർഷി കോപിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്, വായിച്ചിട്ടുള്ളത്. അതിശക്തമായിട്ട് ആ ചെറുക്കനെ ചീത്ത പറഞ്ഞു. സത്യസായി ബാബയെ പറ്റിയോ ശിവാനന്ദ പരമഹംസരെ പറ്റിയോ ഒരു കുറ്റവും ഇവിടെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ നിന്റെ ന്യൂനതയാണ്, നീ അവരുടെ മേലെ ചാർത്തുന്നതാണ്. ശിവാനന്ദ പരമഹംസർ കൊള്ളാന്ന് ആദ്യം വിചാരിച്ചു. അപ്പൊ ഇതിനോർത്ത് സത്യസായി ബാബ അവതാരമാണല്ലോ, അപ്പൊ അവതാരത്തിനടുത്തേക്ക് പോവാ. പിന്നെന്നാ ഇനി അതും പോരാ, എന്നാ രമണ മഹർഷിയുടെ അടുത്തേക്ക് വരാം. അങ്ങനെ ശരിയായ ഒരു ഗുരുവും മറ്റൊരു പരമ്പരയെ നിന്ദിക്കുകയും, നിന്ദിക്കണം. ഓരോന്നിനും അതിൻ്റെതായ സാങ്കത്യവും ശക്തിയും ഉണ്ട്. നിങ്ങൾ എവിടെ നിന്നാണോ ഒരാളെ കാണുന്നത് പൂർവ്വജന്മങ്ങളുടെ ബന്ധം കൊണ്ടാണ്. ഒരു കാര്യവുമില്ലാതെ ഒരു മന്ത്രം കിട്ടുകയില്ല. അപ്പോ ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ പോകുന്നിടത്ത് നിർത്തിയിട്ട് കൈ കൊട്ടിയിട്ട്, അല്ല ചേട്ടാ ഒന്ന് വന്നേ, ഞാനൊരു മന്ത്രം തരട്ടെ എന്ന് ചോദിച്ചൊരു ഗുരുവാണെങ്കിൽ വാങ്ങണ്ട. നിങ്ങൾ ചോദിച്ചതാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തിൽ നിന്നാൽ, ഏത് സമ്പ്രദായത്തിലായിക്കോട്ടെ, നിങ്ങൾ ഏത് രീതിയിൽ ഉപാസിച്ചാലും ഉപാസിക്കണം. പക്ഷെ വള്ളിക്കാവിലെ അമ്മയുടെ സംഭാഷണങ്ങൾ എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ഒരു ഗുരുവിൽ നിന്ന് മന്ത്രം സ്വീകരിച്ച ശേഷം പിന്നെ വേറെ ഗുരുവിനെ തേടി പോകുന്നത് വേശ്യയെ പോലെയാണെന്നാണ് അമ്മയുടെ സംഭാഷണങ്ങളിലുണ്ട്. നമ്മൾ അതെന്തുകൊണ്ട് അത്രയും രൂക്ഷമായ ഭാഷ ഉപയോഗിക്കേണ്ടി വരുന്നത്? കാരണം അത് ഒരാളൊരു വ്യക്തിയല്ല മന്ത്രം തരുന്നത്, ഗുരു പരമ്പരയാണ്. അപ്പോ ഭാഗവതത്തെ ദീക്ഷയായി സ്വീകരിക്കുന്നവരുണ്ട്, അങ്ങനെയുണ്ട്. അങ്ങനെയെങ്കിൽ അത് മാത്രം മതി. എന്തിലാണോ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയും താല്പര്യവും വരുന്നത് ഒന്ന് സ്വീകരിച്ചാൽ അത് നിരന്തരം ഉപാസിച്ചുകൊള്ളണം.
അങ്ങനെ നിരന്തരം മന്ത്രോപാസന ചെയ്ത് മരണം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. ശരീരം രണ്ടുപേരുടെ, നമ്മുടെ രണ്ടുപേരുടെയും ശരീരം മരിക്കും. സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ ശരീരം ഉപേക്ഷിച്ചു, പിന്നെ ഞാൻ. അതുകൊണ്ട് ആർക്കും ഇവിടെ ശാശ്വതാവസ്ഥയോ 1000 വർഷം ആയുസൊന്നുമില്ല. ഉള്ള കാലത്ത് ചതികൾ ചെയ്യാതെ വേദനിപ്പിക്കാതെ കടന്നുപോയിക്കൊള്ളാം. ഇമം പ്രാപ്യ ഭജസ്വം, ആരെയും വേദനിപ്പിക്കാതെ സ്വയം ഈശ്വരനെ വിചാരിച്ച് പോയിക്കൊള്ളാം. അത് ഏത് ദേവതാഭാവം, ശിവനാവാം, കാളിയാവാം, രാമനാവാം, കൃഷ്ണനാവാം, ഒന്നും താഴെയോ മേലെയോ അല്ല, എല്ലാം ഒരേ ശക്തി തന്നെയാണ്. ചോക്ലേറ്റിൽ 5 പൊതിയിൽ ചോക്ലേറ്റ് 5 നിറത്തിൽ പൊതിഞ്ഞു വെച്ചാൽ 5ലും ഒരേ തത്വമാണ്, ഒരേ മധുരമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു തരത്തിലുള്ള വിദണ്ഡവാദനം പോവാതിരിക്കും. പിന്നെ എനിക്കൊരു അപേക്ഷയുള്ളത്, ഇപ്പോ ഡൽഹിയിലെ കുട്ടി മരിച്ച കാര്യം പറയും, ഇന്നലെ ഇപ്പോൾ എറണാകുളത്ത് കൊച്ചിനെ എറിഞ്ഞു കൊന്നു. ഇങ്ങനെ അധർമ്മികളെ കാണുമ്പോൾ കൈകെട്ടി ഇരിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ശരശയ്യ ഭീഷ്മർക്ക് ആ ജന്മം തന്നെ കിട്ടിയത് അയാൾ പുണ്യവാനായതുകൊണ്ടാണ്. ഇനി കലിയുഗത്തിൽ ചെയ്യുന്നവർക്കൊക്കെ ശരശയ്യ വരാനിരിക്കുന്നത് ജന്മങ്ങളിലൂടെയാണ്. ഭീഷ്മർ പുണ്യവാനായതുകൊണ്ടല്ലേ ആ ജന്മം തന്നെ ശിക്ഷ അനുഭവിച്ച് ആ ജന്മം തന്നെ മോക്ഷം അടഞ്ഞു. ഈ കൊച്ചു കുഞ്ഞിനെ, ജനിച്ച ഉടനെ കുഞ്ഞിനെ തലയൊട്ടി തകർന്നു പോയെന്നാണ് പോലീസ് റിപ്പോർട്ട്. ഫ്ലാറ്റിൽ നിന്ന് വലിച്ചെറിയാണ്. ഇത് വേസ്റ്റ് പാത്രം അല്ലെങ്കിൽ ഈ കോഴിമുട്ടയുടെ തോടൊക്കെ വലിച്ചെറിയുന്ന പോലെ ഒരു കുഞ്ഞിനെ വലിച്ചെറിയുക. ഇത്ര അധർമ്മം പെരുകുമ്പോൾ കൂടുതൽ ഈശ്വരനോട് ഒട്ടണം. നമ്മളാരും നമ്മുടെ വീട്ടിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യരുതെന്ന് ഉറപ്പുവരുത്. അതേ ഇപ്പൊ മിനിമം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ വൃദ്ധരായ അച്ഛനോടും അമ്മയോടും ഒക്കെ, നേരത്തെ പറഞ്ഞില്ല ഒരുത്തൻ 2-3 ഇടി കൊടുത്തിട്ട് അച്ഛനെ കൊന്നത്, സ്വന്തം വൃദ്ധരായ അച്ഛനമ്മമാരോട് ചെയ്യരുത്, ദോഷമായിട്ട് ചെയ്യരുത്. മക്കളെ അനാവശ്യമായി ഉപദ്രവിക്കരുത്. നിങ്ങൾ മറ്റുള്ളവരെ പീഡിപ്പിക്കാതിരിക്കുക. സ്വയം മനസ്സിന് നിയന്ത്രണം കൊണ്ടുവരിക. അതിനെന്ത് ചെയ്യണം? കൃത്യമായൊരു സാധനാക്രമം ഉണ്ടായിരിക്കണം. ഇപ്പൊ വരാഹാവതാരത്തെ പറ്റിയാണല്ലോ എന്നോട് പറയുന്നത്. വരാഹാവതാരം ഭൂലക്ഷ്മിയെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നാണ്. അപ്പൊ ഈ വരാഹാവതാരത്തിന്റെ ജിതം തുടങ്ങുന്ന പിന്നെ സ്തോത്രം, വരാഹത്തെ സ്തുതിക്കുന്ന ഒരു സ്തുതിയുണ്ട്. അതാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്, അത് മതി. നരസിംഹാവതാരത്തിന്റെ സ്തുതിക്ക് അത് മതി. നിങ്ങൾ എന്തെങ്കിലും ഒരു സാധന ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ മനസ്സ് വേശ്യയെ പോലെ ചലിക്കരുത്, കാണുന്നിടത്തൊക്കെ പോരുത്. ഞാൻ ഇത്ര രൂക്ഷമായിട്ട് പറയുന്നത് എൻ്റെ ദുർവാസാവിന്റെ പരമ്പരയാണ്. കുറച്ച് സൂക്കേട് എനിക്ക് കൂടുതലാണ്. എനിക്ക് സോപ്പിട്ട് സൂപ്പിച്ചൊന്നും പറയാൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് എന്തെങ്കിലും ഭൗതികമായിട്ട് ലോട്ടറി അടിക്കുന്നോ മന്ത്രിയാവാൻ പറ്റുമെന്ന് വിചാരിച്ച് ഇവിടെ വരരുത്. ഇത് മരണത്തെ പേടിക്കുന്ന, മരണമുണ്ടെന്ന് കരുതുന്നവർക്കുള്ളതാണ് ഈ ഭാഗവതം. ഇതിലൂടെ കാശുണ്ടാക്കുന്ന അതാണ്ട് അവന്റെ സൗഭാഗ്യ പ്രാരാബ്ദം. ആരാണെങ്കിലും അയാൾ ചെയ്ത് കൊടുത്തു വെച്ചതാണ് ആ പൈസ. അത് ഇവിടുന്ന് കിട്ടണമെന്നേ ഉള്ളൂ. നിങ്ങളിവിടെ വരുന്നവർക്ക് മിഥ്യാധാരണ പാടില്ല. ഭാഗവതം കേട്ടു എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം തീരും എന്ന് വിചാരിക്കുക. അത് പെന്തക്കോസ്തുകാർക്ക് മാത്രമേ പറ്റുള്ളൂ. ലോകത്തിലെ എയ്ഡ്സ് ആണെങ്കിലും ഭ്രാന്താണെങ്കിലും കുഷ്ഠമാണെങ്കിലും ഒക്കെ ഹല്ലേലൂയ എന്ന് വിളിച്ചു അതാ മാറിയിരിക്കുന്നു എന്ന് അവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് തട്ടിപ്പാണ്, ശുദ്ധ തട്ടിപ്പാണ്. ഇതേ എയ്ഡ്സ് മാറിയാൽ അടുത്ത വേദിയിൽ പിന്നെയും വരും എയ്ഡ്സുമായിട്ട്. ഈ വേദിയിൽ കുഷ്ഠമാണെന്ന് പറഞ്ഞു വരും. അപ്പൊ അതാ കർത്താവ് മാറ്റിയിരിക്കുന്നു. അപ്പൊ അവന്റെ ഉടനെ ആ കുഷ്ഠം മാറി. അടുത്ത ഇതിൽ ക്യാൻസറായിട്ട് ഇതേ ആള് വേറെ വേഷം കെട്ടു. അതൊരു അഭിനയമാണ്, അതൊരു ബിസിനസ്സാണ്. ഭാഗവതം അങ്ങനെയല്ല, തത്വം പറയുകയാണ്. ഈ ഭാഗവതം മുഴുവനായിട്ട് കേട്ട് വായിച്ചു പഠിച്ചു കഴിഞ്ഞാൽ ഈ ഗീതയിലൊരു വ്യാസാചാര്യരുടെ ഉപമയുണ്ട്. യഥാ പത്മപത്രം ഇവാംഭസേന്ന്. വെള്ളത്തിൽ എങ്ങനെയാണോ താമര ഇല കിടക്കുന്നത് അതുപോലെ വെള്ളത്തിലാണോ കിടക്കുന്നത്, അതെ. എന്നാൽ അതിൽ ഒട്ടിയിട്ടാണോ? അല്ല. അതിന്റെ മുകളിൽ വെള്ളം ഇരുന്നാൽ അത് ഒട്ടിയിട്ടല്ല ഇരിക്കുന്നത്, ഒലിച്ചു പോകും. അതുപോലെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇതിലുണ്ടെങ്കിലും ഇതിൽ മനസ്സ് ഇടപെടാതെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ആ മന്ത്രത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഒരു ഉപാസന. നാട്ടിലെ മുഴുവൻ ടെക്നിക്കുകളും നമുക്ക് പഠിക്കാൻ പറ്റും. അവിടെ സുദർശന ക്രിയ അപ്പുറത്ത്, പിന്നെ സദ്ഗുരുവിന്റെ ക്രിയായോഗം വേറെ അപ്പുറത്ത്, മറ്റേത് ബാബാജി. ഇത് സത്യം പറഞ്ഞാൽ ഹിന്ദുക്കളെ പോലെ തട്ടിപ്പുകാര്. എൻ്റെ നാട്ടില് പന്തീരങ്കാവുന്ന ഒരു സ്ഥലത്തൊരു വിദ്വാൻ ഒരു പരസ്യം കൊടുത്തു പത്രത്തിൽ, മാതൃഭൂമി പത്രത്തിൽ. ചെറിയൊരു വാർത്ത. എന്താന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് കുണ്ടലിനി യോഗ. ഇൻസ്റ്റന്റ് കുണ്ടലിനി യോഗ. ഇൻസ്റ്റന്റ് കോഫി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഞെക്കിയ ഉടനെ കോഫി വരും. എന്താ പരിപാടി എന്ന് വെച്ചാൽ ഒരാഴ്ച കൊണ്ട് കുണ്ടലിനി ഉണർത്തി കൊടുക്കും. ഇത് കണ്ടിട്ട് പോകാൻ ആളുണ്ട്. MSc മാത്തമാറ്റിക്സ് പഠിച്ച ഒരു സുഹൃത്താണ്, എൻ്റെ ഒരു സുഹൃത്താണ് ഇതിന് പോയത്. വിദ്യാഭ്യാസം ഇല്ലാത്തവനായ തെങ്ങേറ്റക്കാരനൊന്നുമല്ല പോയത്. MSc പഠിച്ചവനാണ് പോയിട്ട് കുണ്ടലിനി ഉണർത്താൻ പോയത്. അവസാനം ഒരു ചെവി കേൾക്കാതെ. സത്യമാണ്, ഇപ്പോഴും ആള് ജീവിച്ചിരിക്കേണ്ട ബാങ്കിലെ ഉദ്യോഗസ്ഥരാണ്. ഒരു ചെവി കേൾക്കാതായി.
പ്രാണന്റെ തെറ്റായ ഉപയോഗം കൊണ്ട്, പ്രാണായാമ വിദ്യ പഠിച്ചതുകൊണ്ട് ഒരു ചെവിയെ ഇൻസ്റ്റന്റ് കുണ്ടലിന് എണീറ്റ് പറമ്പിൽ കൂടെ ഓടിക്കാണിക്കും. തട്ടിപ്പാണ്. ക്രിയായോഗം വേറൊരു ടീമുണ്ട്. ബാബാജി നേരിട്ട് വന്ന് പറഞ്ഞു. ബാബാജി നേരെ വന്ന് പറഞ്ഞു, എന്താ പറഞ്ഞ്, നിങ്ങളിപ്പോൾ ഇത് ചെയ്താൽ ഉടനെ ഇരിക്കുന്നിടത്ത് പറന്നിങ്ങനെ പോവാം, നടന്നങ്ങ് പോയാൽ പോരെ. രാമകൃഷ്ണ പരമഹംസദേവന്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ഭഗവാനെ, ഈ രാമകൃഷ്ണ പരമഹംസദേവനൊക്കെ പറഞ്ഞാൽ ആ രാമകൃഷ്ണ വചനാമൃതം വായിച്ചാൽ തന്നെ മനുഷ്യൻ നന്നാവേണ്ടതാണ്. രാമകൃഷ്ണ പരമഹംസന്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ഭഗവാനെ, ഞാൻ 40 വർഷം അഭ്യസിച്ചൊരു വിദ്യ പഠിച്ചു. എന്താണ്? ഞാൻ വാ തുറന്ന് പൂ നൂതിയ തീ വരുന്നു. 40 കൊല്ലം സാധന ഏതാ? രാമകൃഷ്ണദേവൻ പറഞ്ഞു, 50 പൈസ അര അണയുടെ തീപ്പെട്ടി വരച്ചാൽ തീ വരുമല്ലോ, പിന്നെ എന്തിനാ 40 കൊല്ലം കളഞ്ഞത്? ഇങ്ങനെയുള്ള തട്ടിപ്പും പൊട്ടത്തരമൊക്കെ പോയി വീഴരുത്. ഹിന്ദുക്കളുടെ ഒരു പ്രശ്നം ഇതാണ്. ഇങ്ങനത്തെ എല്ലാ വിവരക്കേടിലും ഹിന്ദുക്കളുണ്ട്. അപ്പുറത്ത് ലക്ഷ്മി വിളക്ക്, ആ ലക്ഷ്മി വിളക്ക് എത്രയാ പൈസ? 10,000 രൂപ. വാങ്ങി വെട്ട ഭയങ്കര ഐശ്വര്യമാണ്. വീട് ചോർന്നൊലിക്കുകയാണ്. ആധാരം കൊണ്ട് വെച്ചിട്ട് ലക്ഷ്മി വിളക്ക് വാങ്ങാൻ പോകും. ആരൊക്കെ എന്ത്. പിന്നെ ജ്യോതിഷ മാഗസീനിലൊക്കെ കാണാം ധനാകർഷണ ഭൈരവ യന്ത്രം. യന്ത്രം കൊണ്ട് വെച്ചാൽ ധനം എങ്ങനെ വരും? റിസർവ് ബാങ്കിലൊക്കെ ഇതായിരിക്കുന്നതാണ് വിചാരം. ധനാകർഷണ ഭൈരവ യന്ത്രം. പിന്നെ വേറൊണ്ട് മദന കാമേശ്വരി. ഇത് അരയെ കെട്ടിക്കാൻ ഏത് പെണ്ണും വീഴും അത്ര. ഇതൊന്നും കെട്ടാതെ കാവ്യ കൊടുത്ത സന്ധ്യവാന്തകരി സകല പെണ്ണുങ്ങളെയും ഭോഗിക്കുന്നു. മനസ്സിലാക്കി. അതുകൊണ്ട് ഇമ്മാതിരി പൊട്ടത്തരത്തിലൊക്കെ പോയി വീഴുന്ന ഹിന്ദുവിനെ എന്ത് പറയണേ? അത് ഈ ഭാഗവത സത്രവും സപ്താഹം നടത്തുന്നതിനാണ്. ഇതൊന്നുമല്ല തത്വം. തത്വം എന്ന് പറയുന്നത് ഭഗവൻ നാമ ശ്രവണം, മനനം, കീർത്തനം, പാദസേവനം, ആത്മനിവേദനം വരെ നയിക്കുന്ന നവവിധ ഭക്തിയിലൂടെ സ്വയം സംസ്കരിച്ചെടുക്കലാണ്. ഭഗവൻ നാമത്തെ പ്രേമത്തോടെ ജപിക്കുക. ഒരു മരണം നടന്ന വീട്ടിൽ പോയിട്ട് അവിടെ വേണ്ടത് ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ട സേവ ചെയ്തു കൊടുക്കുക. ഹിന്ദുക്കൾക്കൊരു കുഴപ്പമുണ്ട്, മരണം നടന്ന വീട്ടിൽ പോവില്ല, ഷർട്ട് മുഷിഞ്ഞു പോകും. കല്യാണ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നതാണ്. മരണ വീട്ടിൽ പോവില്ല, തെറ്റാണ്. മരണ വീട്ടിൽ പോകണം, ദുഃഖത്തിലാണ് പങ്കുചേരേണ്ടത്. കല്യാണ വീട്ടിൽ പോയില്ലെങ്കിൽ കുഴപ്പമില്ല, ദുഃഖത്തിൽ ഒരു മനുഷ്യന്റെ ദുഃഖത്തിൽ പങ്കുചേരണം. അതുപോലെ സേവ ചെയ്യണം, അവനവനാൽ കഴിയുന്ന സേവ ചെയ്യണം. ഈ ഭഗവൻ നാമ ജപത്തോടൊപ്പം ഹനുമാനെ പോലെ സേവയും കൂടി ചെയ്താൽ ഹനുമാന് തുല്യം ശക്തി നമുക്ക് നേടാൻ പറ്റും. ഒരു സംശയ കാര്യത്തിലില്ല. ത്യാഗം, വിട്ടുകൊടുക്കൽ, അതിലാണ് ജീവിതം. വിട്ടുകൊടുക്കണം എന്നാണ്. അമ്മായിയമ്മ അലമാരിക്കുള്ളിൽ നിറച്ച്, ഞാന് 2 കഥ പറയാം. ഒരു അമ്മായിയമ്മ അലമാരിക്കകത്ത് നിറയെ അവർക്ക് കിട്ടിയ സാരി മരുമോൾക്ക് ഒന്നും കൊടുത്തില്ല. ഇവരെങ്ങാനും മരിക്കുമ്പോൾ കൊണ്ടുപോകും. മംഗലാപുരത്ത് ഒരു വീട്ടില്, മംഗലാപുരത്ത് കുറച്ചുള്ളിലേക്ക് ബണ്ടുവാൾ എന്ന് വെച്ചാൽ ബണ്ടുവാൾ, അവിടെ ഇത് നേരിട്ട് കണ്ട സംഭവമാണ്. അവിടെ ഒരു വയസ്സായ ആൾ, ഒരു 70 വയസ്സുള്ള ഒരാള്, ഒരു കാവി മുണ്ട് കൊടുത്തിട്ട് ഒരു തോർത്തും, വേറെ ഷർട്ടോ ഒന്നുമില്ല, കയ്യിൽ മോതിരമില്ല, വാച്ചില്ല, ഒന്നുമില്ല, കണ്ടാൽ പരമദരിദ്രൻ. അയാളുടെ വീട് വലിയ വീടാണ്, ഒരു പഴയ ഓടിട്ട തറവാട് വീടാണ്, മതിലൊന്നുമില്ല, ഇങ്ങനെ കയ്യാല പോലെ കെട്ടിയിരിക്കുകയാണ്. അപ്പൊ അയാൾ എന്നോട് ഇറങ്ങി വന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ ചായക്കടയെ, ചെറിയ ജംഗ്ഷനാണ്, ചെറിയൊരു ചായക്കടയുണ്ട്. ആ ചായക്കട മുമ്പിലൊന്നിരിക്കും. കുറേ നേരം ഇരിക്കുമ്പോൾ ചായക്കടക്കാരനൊരു ചായ കൊടുക്കും, ഒരു കഷ്ണം പുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കും, കഴിക്കും. കുറേ നേരം അവിടെ ഭർത്താവ് ഉച്ചയോടുകൂടി വീട്ടിൽ നടന്നു പോകും. പിന്നെ ഇയാൾ വൈകുന്നേരം ഇതുപോലെ ചായ കുടിക്കാൻ പറ്റും. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു, വീടൊക്കെ ദ്രവിച്ച് തീരാറായി. ഇയാൾ മരിച്ചു. കുറെ കാലം കഴിഞ്ഞ് മരിച്ചു. മരിച്ചപ്പോൾ പലരും അകത്ത് കയറി, ബന്ധുക്കളൊന്നുമില്ല. നോക്കുമ്പോ ഇയാളുടെ കിടക്കകത്ത് നിന്ന് നോട്ടുകെട്ടുകൾ പൊടിഞ്ഞു നോട്ടുകെട്ടുകൾ. മരത്തിന്റെ പെട്ടിക്കകത്ത് ചെതല് തിന്ന നോട്ടുകെട്ടുകൾ. എന്താ? ആളൊന്നാം തരം പിശുക്കനായിരുന്നു. ഇത് നടന്ന കാര്യമാണ്. ഒരുപാട് പണമുണ്ട്, പക്ഷെ ഒന്നും ഉപയോഗിക്കാൻ, നല്ലൊരു ചപ്പാത്തിയും കുറുമയും കൂടി കഴിച്ചതിന് വേണ്ടി അതുപോലും കഴിക്കാതെ ജീവിച്ചു. ഇങ്ങനെ ആളുകളുണ്ട്. അതുകൊണ്ട് ഒന്നും കാര്യമില്ല. നമ്മൾ പിശുക്ക് വിട്ടുകൊടുക്കാതിരിക്കൽ, മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കൽ, ഇതൊന്നും നമുക്ക് ഗുണമായിട്ട് വരില്ല. ഇതൊന്നും അനുഭവിക്കാൻ യോഗമാണ്, മരിക്കേണ്ടി വരും. ഉള്ള കാലത്ത് ഉള്ളത് പങ്കുവെച്ച് ജീവിക്കുക. ഒരു പാത്രം ചോറേ ഉള്ളെങ്കിലും കുടുംബക്കാരെല്ലാവരും പങ്കിട്ട് കഴിക്കുക. അങ്ങനെ നല്ല ശീലങ്ങളൊക്കെ കൊണ്ടുവരണം. ഇപ്പോൾ മരണഭയം ഉള്ളവൻ കേട്ടൊരു കാര്യം കേൾക്കാൻ വരുമ്പോൾ, മരണഭയം ഇല്ലെങ്കിലും ഈശ്വരനെങ്കിലും ഭയം വേണം. എനിക്കും ഒരു മരണമുണ്ട്, ഒരു അന്ത്യമുണ്ട്, ഞാനൊന്ന് അടങ്ങേണ്ടത് ആവശ്യമാണ്, എൻ്റെ ചിന്ത ഈശ്വരനിലേക്ക് വിടണം, ഭഗവത് സ്മരണയോട് ശരീരം വിടാൻ പറ്റണം എന്ന തോന്നലെ കൊണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇത് ഭ്രാന്താലയമാണ്. അമ്മ നല്ലൊരു കഥ പറയും.
ഒരാൾ രാവിലെ ഓഫീസിലേക്ക് നടന്നു പോവാണ്. അപ്പോ എന്നും പോകുന്ന വഴിയല്ല, നേരം വൈകി ഒന്ന് ബസ് പിടിക്കാൻ വേണ്ടി വേറൊരു വഴിക്ക്. അപ്പൊ വലിയൊരു മതിൽ, ഒരു വലിയ 12 അടി ഉയരമുള്ള മതിലിന്റെ ഒരു ഭാഗത്തൊരു ശബ്ദം, 12 12 12 എന്നിങ്ങനെ ആരോ മെല്ലെ എണ്ണുകയാണ് ശബ്ദം. അപ്പൊ ഈ അൺനെസസറി ക്യൂരിയോസിറ്റി, അനാവശ്യമായ ഒരു ഉദ്വേഗം, എന്താണ് ആരാ എണ്ണുന്നത്, എന്തായി 12? നോക്കുമ്പോൾ അവിടെ ചെറിയൊരു തുളയുണ്ട്, ചെവി കടത്താൻ ഭാഗത്തുണ്ട് ആ മതിലിന്റെ മുകളിൽ. അവിടെ ഇങ്ങനെ 12 12 എണ്ണുന്നു. അപ്പൊ ഇയാൾക്ക് ബസ് പിടിക്കാൻ നേരം വൈകി ഓൾറെഡി, എന്നാലും ഇതൊന്നും അറിയാനൊരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ ഓഫീസിൽ ഇരിക്കാൻ പറ്റില്ല. സ്ത്രീകൾ സീരിയൽ കണ്ട പോലെ തുടരുന്ന് കണ്ടാൽ പിന്നെ പിറ്റേ ദിവസം വരാ ചിന്തയാണ് എന്താ ആവുകയെന്ന്. അതുപോലെ ഈ ശബ്ദം കേട്ടപ്പോൾ ഇയാൾക്ക് ഇടപെടാതിരിക്കാൻ പറ്റും. ഇയാൾ എന്ത് ചെയ്തു, ഈ തുളയിലൂടെ ചെവി ഇട്ടു. അപ്പൊ അപ്പുറത്ത് നല്ലൊരു കടി കിട്ടി, ചെവി മുറിഞ്ഞു പോയി. അയ്യോ ഒന്ന് ചോര വലിച്ച് ചെവി പുറത്തേക്ക് എടുത്തോ, എണ്ണം മാറി 13 13. പ്രാന്താശുപത്രിയുടെ മതിലാണ്. അതിലേ പോകുന്ന 12ാമത്തെ ആളും കടി കിട്ടി പോയി. 13ാമനാകുമ്പോൾ ഇതുപോലെ ലോകം നമ്മളെ കടിക്കും. ഇതൊരു ഭ്രാന്താശുപത്രിയാണ്. ഇതിൽ ചെവി അനാവശ്യമായിട്ട് ഇടരുത്. ഈ ചെവി ഭഗവൻ നാമ ശ്രവണത്തിനും സത്കഥാ ശ്രവണത്തിനും അന്യരുടെ ദുഃഖം കേൾക്കാനും മാത്രമേ ഉപയോഗിക്കാവൂ. അവരുടെ ദുഃഖം കേൾക്കുക, അവർക്കൊരു കേട്ടിട്ട് അവർക്ക് സമാധാനം ഉണ്ടാവണമെന്ന് വിചാരിക്കുക. അങ്ങനെ ഭഗവത് സ്മരണത്തിനും ഭഗവൻ നാമ ശ്രവണത്തിനും മറ്റുള്ളവരുടെ ദുഃഖം കേൾക്കാനും മാത്രമേ നമ്മുടെ ചെവി കൊടുക്കാവൂ. ഗോസിപ്പുകള്, വേണ്ടാത്ത വർത്തമാനം, ലോകത്തിന്റെ കഥകൾ, രാഷ്ട്രീയം ഒന്നും കേൾക്കാൻ പോകരുത്. ഭ്രാന്തന്മാരാണ്, കടി കിട്ടും. ഭ്രാന്താശുപത്രിയാണ് ഈ ലോകം. നമ്മൾ പുറത്ത് കിടക്കുക, നമ്മുടെ വഴിക്ക് പോവുക, ഭഗവാന്റെ ബസ് പിടിച്ച് മോക്ഷത്തിലേക്ക് പോവുക. സുഖം എന്നത് ആപേക്ഷികമാണ്. വളരെ കുറഞ്ഞ കാലമേ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് വളരെ കുറഞ്ഞ കാലമേ സുഖമുണ്ടാവുള്ളൂ. ബാക്കി ഭൂരിഭാഗവും ദുഃഖമാണ്. അത് തിരിച്ചറിഞ്ഞ് ഇനി ഒരിക്കലും ഭഗവാനെ ഇങ്ങോട്ട് വരരുതേന്ന് കരുതിയിട്ട് രാമനാമം ശീലായിക്കൂടാ. മരണസമയത്ത് ഈ നാമം ഓർമ്മ വന്നാൽ തിരിച്ചു വരില്ല, പ്രേതമാവുകയില്ല. അത്ര ഗ്യാരണ്ടി മാത്രമേ പറയാൻ പറ്റുള്ളൂ. അധർമ്മികൾ സുഖമായി ജീവിക്കുന്ന, എന്ത് കടുത്ത അധർമ്മം ചെയ്താലും സുഖമായി ജീവിക്കുന്ന ആളുകളുടെ ലോകമാണ്. ഇതിൽ നിന്ന് ധർമ്മം പ്രതീക്ഷിക്കരുത്. ഇവിടെ ജനിച്ചാൽ എന്നെ ഭജിച്ചുകൊള്ളുക എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഭഗവാന്റെ മന്ത്രം ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമ ശിവായ, രാമരാമ തുടങ്ങിയ സുലഭമായ മന്ത്രങ്ങളുണ്ട്. ദീക്ഷ വേണ്ടാത്തത്, ബീജാക്ഷരം ചേരുമ്പോൾ ദീക്ഷ വേണം. അല്ലാതെ ഈ പറഞ്ഞ സാധാരണ നാമങ്ങൾ ആർക്കും ജപിക്കാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന എന്നുള്ള സ്തോത്രങ്ങൾ ജപിക്കാം. നിത്യവും ഒരു സാധന പിൻപറ്റി പോവുക. നേരത്തെ പറഞ്ഞ പലതിൽ തിരയരുത്, അത് അപകടമാണ്, പരമ്പരാ നിന്ദയാണ്. അതുകൊണ്ട് ദൗർഭാഗ്യം ഉണ്ടാകും. എന്താ ദൗർഭാഗ്യം എന്ന് പറഞ്ഞാൽ ലോട്ടറി അടിക്കാനൊക്കെ ഒന്നുമല്ല, അന്ത്യകാലത്ത് ഈശ്വരനെ ഓർമ്മ വരില്ല. ഒരാൾ ഈ ഭാഗവത്തിൽ അജാമിളോപാഖ്യാനം കേട്ടിട്ട്, അജാമിളൻ ആദ്യകാലത്തൊക്കെ നാമം നല്ലവനായിരുന്നു, ഇടക്കാലത്ത് സ്ത്രീ സംഘം മറ്റു ദോഷങ്ങളൊക്കെ വന്നു. ഈ അജാമിളന് ഒരു മകനെ നാരായണൻ എന്ന് പേരിട്ടു എന്നാണ്. അപ്പം അവൻ ബുദ്ധിമാനാണ്. അപ്പൊ മരണകാലത്ത് മകനെ നാരായണ എന്ന് വിളിച്ചപ്പോൾ സാക്ഷാൽ നാരായണൻ അവന്റെ പൂർവ്വ പുണ്യം കൊണ്ടാണ്, അല്ലാതെ ഒന്നും കൃഷ്ണൻ വരില്ല. തൊണ്ട കീറിട്ടും കാര്യമൊന്നും. അവന് പൂർവ്വം കൊടുത്തു വെച്ചവനാണ്. വന്നു കൊണ്ടുപോയി. ഈ കഥ കേട്ടിട്ട് ഒരു പലചരക്ക് കടക്കാരൻ മക്കൾക്കൊക്കെ മുകുന്ദൻ, നാരായണൻ, ഗോപാലൻ, ഗോവിന്ദൻ എന്ന് പേരിട്ടു. എന്നിട്ട് നേരെ പോയി DYFIയിൽ ചേർന്നു. എന്നുവെച്ചാൽ പിന്നെ ഈശ്വരനെ വിളിക്കണ്ടല്ലോ, അല്ലെങ്കിൽ CPM ആയി, അല്ലെങ്കിൽ യുക്തിവാദിയായി. അപ്പോ ഈശ്വരനെ വിളിക്കണ്ട, ഈശ്വരൻ നിഷേധിച്ചാൽ കുഴപ്പമില്ല, അവസാന കാലത്ത് മക്കളെ വിളിച്ചാൽ മതിയല്ലോ, ഗോവിന്ദ എടാ, ഗോവിന്ദ നാരായണ എന്ന് വിളിച്ചാൽ മോക്ഷം കിട്ടുമല്ലോ എന്ന അതിബുദ്ധി കാരണം. അപ്പോ ഏകദേശം പ്രാണം വിടാനായ കാലം വന്നപ്പോ ബാക്കിയുള്ള 3 മക്കളോടും വീട്ടിൽ വരാൻ പറഞ്ഞു. ഗോവിന്ദനോടും മുകുന്ദനോടും നാരായണനോടും വീട്ടിൽ വരാൻ പറഞ്ഞു. ഗോപാലനോട് പോയിട്ട് കടയിലിരിക്കാൻ പറഞ്ഞു. കാരണം കടയിലിരുന്നതിൽ ഒരു ദിവസം കച്ചവടം പോകും. ഗോപാലൻ പോയി ഗോപാലൻ ഇളയവൻ. ഗോപാലിന് കടയിൽ ഇരിക്കപ്പുറത്തില്ല. കാരണം സ്വത്തൊക്കെ അവസാന കാലത്ത് ഈ കളവൻ ഈ 3 പേർക്ക് എഴുതി കൊടുത്ത് ഞാൻ അനാഥനായാലോ എന്നൊരു പേടി ഇവൻ. കുറേ നേരം അക്ഷമനായ ഇവൻ നേരെ വീട്ടിലോട്ട് കയറിച്ചത്. കാറ്റ് പോകാനായോന്നറിയാൻ, സ്വത്ത് വല്ലതും ഭാഗം ഇവന് കിട്ടണമല്ലോ. അടുത്തു പോയി നിന്നു ഇങ്ങനെ. അപ്പൊ ഇയാള് കാഴ്ച ഇങ്ങനെ മറയുമ്പോഴാണ് നാരായണ എന്ന് വിളിക്കാൻ പാകത്തിൽ നിൽക്കായിരുന്നു. അപ്പോഴാണ് ഗോപാലൻ കയറി വരുന്നത്. അയാൾക്ക് ദേഷ്യം വന്നു. എന്നോട് ആരാടാ കൊശവായ്പ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ, കടയിൽ ആരാടാ? ജീവൻ പോയി. അടുത്ത തന്നെ ഒരു കൊശവനായി ജനിച്ചു എന്നാണ്. കൊശവന്നല്ലേ വിളിച്ചത്, കേശവാന്ന് വിളിക്കാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ തന്ത്രവും അതിബുദ്ധിയൊന്നും ഭഗവാന്റെ നടക്കില്ല. അവസാന കാലത്ത് ഓർമ്മ വരണമെങ്കിൽ കൊടുത്തു വെച്ചിക്കണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ പുണ്യം ചെയ്തോളണം.
അല്ലെ അത് ഓർമ്മ വരില്ല. കേട്ടോ, ഇത്രയേ ഉള്ളൂ, ഇത്രയൊക്കെ പറയട്ടുള്ളൂ ഇവിടെ. ഇനി ബാക്കിയുള്ള ആചാര്യന്മാർ ഓരോ കമ്പ് പറഞ്ഞു തരും. എന്തൊക്കെ പറഞ്ഞാൽ ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇതാണ് എൻ്റെ ആകത്തുക. ജീവിതം ദുഃഖപൂർണ്ണമാണ്. ഇവിടെ ജനിച്ചു പോയത് കർമ്മഫലം കൊണ്ടാണ്. രാഹുവും കേതുവും ശനിയും നമ്മുടെ ശത്രുക്കളല്ല. അവർ അങ്ങനെ നിൽക്കാൻ കാരണം നമ്മുടെ പൂർവ്വജന്മ കർമ്മങ്ങളാണ്. ഈ ജന്മമെങ്കിലും പാഴാക്കാതെ നാമം ജപിച്ചും സേവ ചെയ്തു. സേവ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മറ്റുള്ളവർക്ക് പറ്റുന്ന സഹായം ചെയ്യണം. എന്നോട് അമ്മ, എൻ്റെ ഗുരുവായ അമ്മ എന്നോട് പറഞ്ഞു, എവിടുന്നും വെറുതെ ഭക്ഷണം കഴിക്കരുത്. ചിലർ എനിക്ക് ഭക്ഷണം കൊണ്ടുതരും, ചിലർ പോകുന്നിടത്ത് ഭക്ഷണം തരും. അവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യമായ അനുഗ്രഹം കൊടുക്കാതെ ഞാൻ ഇന്നുവരെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവരുടെ ടാൻജിബിളായിട്ട് അവർക്ക് പൈസ കൊടുത്ത് കാണില്ല, പക്ഷേ അവർക്ക് ദുഃഖങ്ങൾ വരുന്നതിൽ നിന്ന് ഒരുപാട് നമ്മളുടെ മനസ്സിന്റെ സങ്കല്പം അവരെ തടയും. അമ്മ പറഞ്ഞത്, ഒരു വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ അവിടെ തെങ്ങിന്റെ തടമെങ്കിലും തുറന്നു കൊടുക്കണം എന്നാണ്. എന്തെങ്കിലും ഒരു ജോലി ചെയ്യാതെ, എന്തെങ്കിലും സേവ ചെയ്യാതെ ഊണ് കഴിക്കരുത്. അതൊക്കെ പറയാമെന്ന് മാത്രം. അങ്ങനെ ചെയ്താൽ നല്ലതാണ്. അത്രയും പറയട്ടെ. ഹര നമ പാർവതീപതയേ, ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജയ ജാനകീകാന്ത സ്മരണം. ജയ ജയ രാമ രാമ. സദ്ഗുരു സ്വാമിനഃ ജയ്.